സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഒരാഴ്ചയായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വാർത്തയുടെ നിജസ്ഥിതി വെളിപ്പെടുത്തുന്ന ഒരു പാഠഭേദമാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. വളരെ സാവകാശം ഈ വിഷയത്തെ സംബന്ധിച്ച് വേണ്ട ഡേറ്റ കളക്ട് ചെയ്ത് ഇതിനെക്കുറിച്ച് വേണ്ട അന്വേഷണം ഒക്കെ നടത്തിയാണ് ഇപ്പോൾ പാഠഭേദത്തിലൂടെ ഈ വാർത്ത കൊണ്ടുവരുന്നത്. വാർത്ത എന്താണെന്ന് ആദ്യമായി പറയാം. കഴിഞ്ഞ മെയ് മാസത്തിൻ്റെ ലാസ്റ്റ് ദിവസങ്ങളിൽ ക്രൈസ്തവ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മാധ്യമങ്ങളിലുമൊക്കെ ഒരു വാർത്ത പ്രചരിച്ചു. മുംബൈയിൽ ആയിരങ്ങൾ ആരാധിക്കുന്ന സഭാ ഹാൾ പൊളിച്ചു നീക്കി. കുറേ പേർ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിലൊക്കെ ഈ വാർത്തകൾ കുറേ ഫോട്ടോസൊക്കെ ഇട്ടിട്ട്, ഫസ്റ്റ് മുംബൈയിലെ സ്ഥിതി എങ്ങനെയാണ്, പ്രശ്നങ്ങളുണ്ടോ, ഫസ്റ്റ് മുംബൈയിലായതുകൊണ്ട് ചോദിക്കുകയാണ്, ഇത്തരത്തിലുള്ള കുറേ എൻക്വയറീസ് നടത്തുവാനിടയായിട്ടുണ്ട്. അപ്പോൾ ഈ വാർത്ത കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ വാർത്തകൾ എൻ്റെ അടുക്കൽ എത്തുന്നത് സംഭവം നടന്ന ആ ഒരു ദിവസത്തിന് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഓർത്തു, ബോംബെയിലെ പാസ്റ്റേഴ്സ് ഗ്രൂപ്പുകളിലൊന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ വാർത്ത കണ്ടില്ലല്ലോ. പ്രത്യേകിച്ചും പാൽഗഡ് ജില്ലയിലെ വസായിക്കടുത്തുള്ള നയഗാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നത്. നയഗാവ് എന്ന് പറയുമ്പോൾ ഞാൻ താമസിക്കുന്ന ബൈന്ദറിൻ്റെ നെയ്ബറിംഗ് ആയിട്ടുള്ള സ്ഥലമാണ്. ബൈന്ദർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ അടുത്ത റെയിൽവേ സ്റ്റേഷൻ നയഗാവ്. ബൈന്ദർ റെയിൽവേ സ്റ്റേഷനും നയഗാവ് റെയിൽവേ സ്റ്റേഷനും തമ്മിൽ 5 മിനിറ്റോളം മാത്രമേ ട്രെയിൻ ഓടേണ്ടതായിട്ടുള്ളൂ. 4-5 കിലോമീറ്റർ ദൂരം മാത്രമുള്ള സ്ഥലം. മാത്രമല്ല, പാൽഗഡ് ജില്ല ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്. പാൽഗഡ് ജില്ല ഉൾപ്പെടുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, പാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പുണ്ട്. പാൽഗഡ് ജില്ലാ മസീഹ് പരിഷത്ത് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അതിനകത്ത് ഞാനും ഒരു അംഗമാണ്. കാരണം പാൽഗഡ് ജില്ലയിൽ ഞങ്ങൾക്ക് ഒരു ബ്രാഞ്ച് ചർച്ചുണ്ട്. ആ ഗ്രൂപ്പിലൊന്നും ഇങ്ങനെയൊരു വാർത്ത ഞാൻ കണ്ടില്ല. സാധാരണഗതിയിൽ ഇത്തരം വാർത്തകൾ വരുമ്പോൾ ആദ്യമായിട്ട് ആ വാർത്ത വരേണ്ടത് ഈ പാൽഗഡ് ജില്ലയിലെ മസീഹ് പരിസരത്തിൻ്റെ ആ ഒരു ഗ്രൂപ്പിലാണ് വരേണ്ടത്. അപ്പോൾ എനിക്ക് സംശയം തോന്നി, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ, എന്താണ്, ഏതാണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ കാര്യങ്ങൾ സത്യമാണ്. ബുൾഡോസർ ഉപയോഗിച്ച് ആശിഷ് പ്രാർത്ഥനാ കേന്ദ്രം എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം പൊളിച്ചു നീക്കുവാൻ ഇടയായി തീർന്നു. ഇത് സത്യമായ വാർത്തയാണ് എന്ന് അറിയാനിടയായി തീർന്നു. എങ്കിൽ പിന്നെ എന്താണ് പാസ്റ്റേഴ്സ് ഗ്രൂപ്പുകളിലൊന്നും ഈ വാർത്ത അധികം പ്രചരിക്കാതിരുന്നതിൻ്റെ കാരണം? എന്തുകൊണ്ടാണ് മുംബൈ സർക്കിളിലുള്ള പാസ്റ്റേഴ്സ് ഇതൊരു മതപീഡന വാർത്ത എന്ന വിധത്തിൽ അതിനെ കൈകാര്യം ചെയ്യുകയോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യാതിരുന്നത്? മുംബൈയിലെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ സാധാരണഗതിയിൽ ഇടപെടുന്ന, അതിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ചില ദൈവദാസന്മാരുമായി ഞാൻ സംസാരിച്ചു. എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, ഇതൊരു ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആയിരുന്നു. അതായത് ഈ നയഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻഡസ്ട്രിക്ക് വേണ്ടിയൊക്കെ മാറ്റിയിരിക്കുന്ന ഗവൺമെൻറ് ലാൻഡുകളുണ്ട്, അതുപോലെ ആദിവാസി ഭൂമികളുണ്ട്. അത്തരം ഭൂമികളിൽ കൺസ്ട്രക്ഷന് അനുവാദമില്ലാത്ത സ്ഥലത്ത് അനധികൃതമായി നിർമ്മിച്ച കെട്ടിടം എന്ന നിലയിലാണ് ഈ കെട്ടിടം പ്രവർത്തിച്ചിരുന്നത്. അത് പൊളിച്ച് നീക്കുവാനുള്ള ലീഗൽ നടപടികൾ പുരോഗമിച്ചു വരികയായിരുന്നു. അതിന് നോട്ടീസ് ലഭിച്ച ശേഷവും ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ചില ദേവദാസന്മാർ ഈ സംഘടനയുടെ ആളുകളുമായി ബന്ധപ്പെട്ടു. വേണ്ട സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഈ പർട്ടിക്കുലർ ഓർഗനൈസേഷൻ അത്തരം സഹായങ്ങളൊന്നും സ്വീകരിച്ചില്ല എന്നത് മാത്രമല്ല, അവർ തനിയെ അത് കൈകാര്യം ചെയ്തു കൊള്ളാം എന്ന വിധത്തിലുള്ള നിലപാടുകളാണ് എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം പെട്ടെന്ന് ഈ ആരാധനാലയം പൊളിച്ച് മാറ്റിയ ശേഷമാണ് പിന്നീട് മറ്റുള്ളവർ വിവരങ്ങൾ അറിയുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കണം, രണ്ടാമത് ഈ വാർത്ത അധികം പ്രചരിക്കാത്തതിന് ഒരു കാരണം ഈ പറഞ്ഞ പ്രാർത്ഥനാ കേന്ദ്രത്തിലുള്ള
ആളുകൾ അല്ലെങ്കിൽ പ്രാർത്ഥനാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിലുള്ള ആളുകൾ മറ്റ് ക്രിസ്തീയ സംഘടനകളുമായിട്ടൊന്നും വലിയ ബന്ധം വെച്ചു പുലർത്തുന്നവർ ആയിരുന്നില്ല. ഈ പറഞ്ഞതുപോലെയുള്ള ക്രിസ്ത്യൻ ശിലാപരിഷത്തുകളൊക്കെയുണ്ട്. അവരുമായിട്ടൊന്നും ബന്ധപ്പെടുകയോ ചേർന്ന് നിൽക്കുകയോ ഒന്നും ചെയ്യാതെ മറ്റൊരു വിധത്തിൽ അകന്നു മാറി നിൽക്കുന്ന ഒരു രീതിയായിരുന്നതുകൊണ്ട് അവർക്കുണ്ടായ പ്രശ്നങ്ങളിൽ കാര്യക്ഷമമായി ആർക്കും ഇടപെടുവാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു വസ്തുത. ഇതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം ഞാൻ വിശദീകരിക്കാം. എന്നാൽ ആദ്യമായിട്ട് നാം ആയിരക്കണക്കിന് ആളുകൾ കൂടി വരുന്ന ഒരു ചർച്ച്, ഒരു സഭാ പ്രാർത്ഥനാ കേന്ദ്രം എന്ന വിധത്തിൽ ഇതിനെ അറിയപ്പെടുമ്പോൾ ഈ പറഞ്ഞ ആശിഷ് പ്രാർത്ഥനാ കേന്ദ്രത്തിൻ്റെ ചരിത്രം, അതിൻ്റെ പശ്ചാത്തലം, ഇതിനെക്കുറിച്ച് അല്പം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലാകുകയുള്ളൂ. പ്രത്യേകിച്ചും ക്രിസ്തീയ ശുശ്രൂഷയിൽ നമ്മളൊക്കെ എടുക്കേണ്ട ചില നിലപാടുകൾ, അതുപോലെ തന്നെ പാലിക്കേണ്ട ചില പോളിസീസ്, ഇതൊക്കെ പറയാൻ ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം പ്രേക്ഷകരോട് ആരംഭത്തിൽ തന്നെ ഓർപ്പിക്കുന്നു. ക്രിസ്തീയ പേരിൽ അറിയപ്പെട്ട ഒരു കേന്ദ്രത്തിന് നേരെ ഉണ്ടായ ഈ ഒരു നടപടി നിയമപരമായി ശരിയാണെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ നടപടിയെ ഒരു മതപീഡനത്തിൻ്റെ പരിധിയിൽ വരുത്തുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ധാരണയാണ് പലപ്പോഴും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ ആളുകൾ പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് പ്രേക്ഷകർ ശ്രദ്ധയോടുകൂടെ കേൾക്കണം. ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ 100-150 മീറ്റർ വലത് സൈഡിലായിട്ട് മാറി ഒരു വലിയ മോസ്ക് സ്ഥിതി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞങ്ങളിവിടെ താമസിക്കാൻ വന്ന ദിവസം മുതൽ ഞങ്ങൾ കാണുന്ന ഒരു മോസ്ക്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആ മോസ്കിൻ്റെ മുമ്പിലുള്ള റോഡ് ബ്ലോക്ക് ചെയ്ത് ആളുകൾ ഇരിക്കത്തക്കവണ്ണം 1000 പേരെങ്കിലും ആ മോസ്കിൽ വന്ന് അവരുടെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. 2 നിലയൊക്കെയുള്ള വലിയൊരു മോസ്കാണ്. അതിൻ്റെ ഒരു നിലയിൽ തന്നെ 100-400 പേർക്ക് ഇരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. 2 നിലയും കൂടി എങ്ങനെ പോയാലും ഒരു 700 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ മോസ്ക്. ചുറ്റും റോഡിൻ്റെ സൈഡിൽ വരെ ആളുകൾ ഇരിക്കുന്നത് പോലെ വെള്ളിയാഴ്ചകളിൽ ആൾക്കൂട്ടം ഉണ്ടാകുന്ന ഒരു മോസ്ക്. എൻ്റെ വീടിൻ്റെ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കിയാൽ കാണുവാൻ കഴിയുന്ന മോസ്ക്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ ജനലിലൂടെയുള്ള കാഴ്ചകളെക്കുറിച്ച്. പണ്ട് അവിടെ അതൊരു മുസ്ലിം ഏരിയയാണ്, നടന്ന ഒരു വലിയ തീപിടുത്തത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും കലാപതുല്യമായ ഒരു അന്തരീക്ഷം നടക്കുന്ന ആ ആഴ്ചയിൽ തന്നെ ആ ഒരു ചാല് മുഴുവൻ തീ കത്തിച്ച് നശിപ്പിക്കുവാനിടയായി തീർന്നു. ജനൽ തുറന്നാൽ കലാപം കാണുന്നത് പോലെയുള്ള അന്തരീക്ഷങ്ങൾ പലപ്പോഴും എൻ്റെ ജനാല കാഴ്ചകളായി മാറിയിട്ടുണ്ട്. എന്നാൽ ഇന്നലെ ഞാൻ കേൾക്കുന്ന വാർത്ത, ഏർലി മോർണിംഗ് നടന്ന സംഭവം, ആ മോസ്ക് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു പൊളിച്ചു കളഞ്ഞു. എൻ്റെ വീട് വൃത്തിയാക്കുവാൻ വേണ്ടിയൊക്കെ വീട്ടുജോലിക്ക് വരുന്ന ഒരു സഹോദരി, അവർ മുസ്ലിമാണ്. അവർ വീട്ടിൽ വന്നപ്പോൾ അവർ പറഞ്ഞു, അറിഞ്ഞോ എന്താ സംഭവം? ആ മോസ്ക് ബുൾഡോസർ വെച്ച് ഇന്ന കാലത്ത് ഇടിച്ചു പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. വലിയ പോലീസ് സന്നാഹമാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടുവെളിയിൽ നടന്ന സംഭവം. മോസ്ക് പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. എനിക്ക് അത്ഭുതം തോന്നി. കാരണം ചെറിയ മോസ്കൊന്നുമല്ല, 1000-ഓളം ആളുകൾ കൂടുന്ന വലിയ മോസ്ക്. മാത്രമല്ല മുസ്ലിം സമുദായത്തിൻ്റെ ഒരു രീതി നമുക്കറിയാം, അവർ വലിയ യൂണിറ്റി ഉള്ളവരാണ്. അങ്ങനെ ഒരു മോസ്ക് പൊളിക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ അവിടെ വലിയ ആൾക്കൂട്ടം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ വളരെ ശാന്തമായി, ഒരു ക്രമസമാധാന പ്രശ്നവുമില്ലാതെ ആ മോസ്ക് ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുന്ന കാഴ്ചയാണ് ഇന്നലെ എൻ്റെ വീടിൻ്റെ തൊട്ട് അടുക്കൽ സംഭവിച്ചത്.
വാർത്താ മാധ്യമങ്ങളിലൊക്കെ ആ വാർത്ത വന്നു, മോസ്ക് പൊളിച്ചു കളഞ്ഞു എന്ന വാർത്ത. വാർത്താ മാധ്യമങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. അവർക്ക് വാർത്ത എപ്രകാരം കൊടുക്കണം അപ്രകാരമാണ്, ആ ആംഗിളിൽ നിന്നുകൊണ്ടാണ് അവർ വാർത്ത പങ്കിടുന്നത്. പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ടായി. കാരണം ഞാൻ ഈ സംഭവം നടക്കുന്നതിൻ്റെ 100-150 മീറ്റർ അകലെ താമസിക്കുന്ന ഒരാൾ. അപ്പോൾ എൻ്റെ ചോദ്യം, അതിൻ്റെ തൊട്ടുപുറകിൽ നിന്ന മന്ദിർ അല്ലെങ്കിൽ അമ്പലത്തിന് എന്ത് സംഭവിച്ചു? വാർത്തകളിലൊന്നും അമ്പലത്തെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ മോസ്ക് മാത്രമാണോ പൊളിച്ചു നീക്കിയത്? അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നത്, ചില മാധ്യമങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത. ഈ മോസ്ക് മാത്രമല്ല, കൂടെ നിന്ന അമ്പലത്തിനെതിരെയും നടപടിയെടുത്തിരിക്കുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു നടപടിയൊന്നുമല്ല, മറിച്ച് കുറേ നാളുകളായി മീരാ ബൈന്ദർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഈ അമ്പലത്തിനും ഈ മോസ്കിനുമൊക്കെ നോട്ടീസ് കൊടുത്തുകൊണ്ടിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ അമ്പലവും മോസ്കും നിൽക്കുന്നത് ഗവൺമെൻറ് ഭൂമിയിലാണ്, മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭൂമിയിലാണ്. ആ ഭൂമി ഇപ്പോൾ തന്നെ അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ബാലാസാഹിബ് താക്കറെയുടെ പേരിലുള്ള ഒരു സ്പോർട്സ് കോംപ്ലക്സിന് വേണ്ടി വേർതിരിച്ച റിസർവ് ചെയ്ത ഭൂമിയിലാണ്. വർഷങ്ങളായി ഗവൺമെൻറ് ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റിന് വേണ്ടി റിസർവ് ചെയ്ത ഭൂമിയിൽ ഒരു അമ്പലവും ഒരു മോസ്കും പിന്നെ കുറേ കുടിയേറ്റക്കാരും കുടിയേറി പാർക്കുന്നു. ഗവൺമെൻറ് അവരെ കുടിയൊഴിപ്പിക്കുന്നു. കാരണം ഇപ്പോൾ ആ ഒരു സ്പോർട്സ് കോംപ്ലക്സ് അവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഇനിയും അതിൻ്റെ കോമ്പൗണ്ട് വാൾ കെട്ടണം, പാർക്കിംഗ് വേണം. ഇതിൻ്റെയൊക്കെ ആവശ്യത്തിനായിട്ട് ഈ പറഞ്ഞ മോസ്കും അമ്പലവും ഒക്കെ പൊളിച്ചു മാറ്റണം. നിയമ നടപടികൾ ഒക്കെ പൂർത്തീകരിച്ചിട്ടാണ് ഈ പറഞ്ഞ മോസ്ക് പൊളിച്ചു മാറ്റിയത്. ഞാൻ മനസ്സിലാക്കുന്നു, മോസ്ക് പൊളിച്ചു മാറ്റുന്നതിൽ ഈ പറഞ്ഞ മോസ്കിൻ്റെ കമ്മിറ്റിക്കോ അമ്പലത്തിൻ്റെ ആളുകൾക്കോ പ്രശ്നമില്ല. കാരണം അത് ഇല്ലീഗലാണ്. ഗവൺമെൻറ് നടപടികൾ പൂർത്തീകരിച്ചു, അതിനെ റിമൂവ് ചെയ്തു. വേണമെങ്കിൽ അതൊരു വർഗീയ കലാപമാക്കി മാറ്റുവാൻ കഴിയും. ഈ പറഞ്ഞതുപോലെ പക്ഷപാതപരമായി മാധ്യമങ്ങൾ വാർത്ത കൊടുത്താൽ മതി. അമ്പലം പൊളിച്ചു എന്ന വാർത്ത കൊടുക്കാതെ മോസ്ക് പൊളിച്ചു എന്ന വാർത്ത മാത്രം കൊടുക്കുമ്പോൾ അത് തന്നെ അല്പം നിറം കലർത്തി മഹാരാഷ്ട്രയിൽ മതപരിവർത്തന നിയമവുമായി ബന്ധത്തിൽ ന്യൂനപക്ഷങ്ങൾ ആശങ്കയിലാണ് എന്നൊരു വരിയും കൂടെ ചേർക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സ് അതിനെ രണ്ടും ഒന്നിച്ചു വായിച്ചിട്ട് രണ്ടും ഒരേ കാരണങ്ങളുണ്ടായ സംഭവമെന്ന് അതിനെ വ്യാഖ്യാനിക്കും. ഞാൻ എന്തിനാണ് ഈ കഥകൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, വസായിക്കടുത്ത് നയഗാവിൽ, പാൽഗർ ജില്ലയിലാണ് കേട്ടോ, പാൽഗറിലല്ല ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പാൽഗർ ഒത്തിരി ദൂരെയാണ്. വസായിക്കടുത്ത് നയഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായ ഈ സംഭവം ഇതുപോലെ തന്നെ ഒരു ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ നിയമ നടപടികൾ എടുത്ത് ഗവൺമെൻറ് പൊളിച്ചു നീക്കുവാൻ ശ്രമിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ആദ്യമായിട്ടൊന്നുമല്ല ഇല്ലീഗൽ കെട്ടിടങ്ങൾ ബോംബെയിലോ ബോംബെയുടെ അടുത്തുള്ള മുനിസിപ്പാലിറ്റികളിലോ നവി മുംബൈയിലോ ഒക്കെ പൊളിച്ചു മാറ്റുന്നത്. ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഏതെങ്കിലും ഒരു മതത്തോടുള്ള ഒരു നടപടിയായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന മതവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എടുക്കുന്ന നടപടികളെ അല്ല അത്. ദീർഘവർഷങ്ങൾ മുംബൈയിലുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ഒത്തിരി സംഭവങ്ങൾ എനിക്കറിയാം. മലാഡിൽ ഒരു മലയാളി പെന്റിക്കോസ്റ്റൽ ചർച്ചിൻ്റെ ബിൽഡിങ് അത് നിർമ്മിച്ച ശേഷം പൊട്ടിച്ചു കളഞ്ഞ ഒരു അനുഭവം എനിക്കൊന്നൊരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അവിടെ 2 നില പണിയാനുള്ള പെർമിഷൻ ഇല്ല. പെർമിഷൻ ഇല്ലാത്തടത്ത് പുതിയൊരു സ്ഥലം വാങ്ങിച്ച ചർച്ചുകാരത് ചെയ്തു കഴിഞ്ഞപ്പോൾ മുനിസിപ്പാലിറ്റി വന്ന് അത് പൊട്ടിച്ചു കളഞ്ഞു. അപ്പോൾ ആളുകൾ പറഞ്ഞു, അടുത്തുള്ള ആളുകളൊക്കെ അത് ചെയ്തിട്ടുണ്ടല്ലോ, അവർക്ക് ചെയ്യാൻ കഴിയും. കാരണം അവർക്ക് നല്ല പിടിപാടുണ്ട്,
പൊട്ടിക്കാൻ വരുന്നവർ നേരത്തെ വിവരം അടയ്ക്കും, കൈക്കൂലി കൊടുത്ത് അത് ഒതുക്കും. അങ്ങനെയൊക്കെ അവർക്ക് ചെയ്യുവാൻ കഴിയും. ഈ പറഞ്ഞ പാലക്കാട് ജില്ലയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് 1000-ലധികം ആളുകൾ കൂടുന്ന ഒരു സഭ എനിക്കറിയാം. അത് ശുദ്ധമായ ഇല്ലീഗൽ കൺസ്ട്രക്ഷനാണ്. കാരണം അത് വെച്ചിരിക്കുന്നത് ഗവൺമെൻറ് ലാൻഡ് പോകട്ടെ വനഭൂമിയിലാണ്. ശരിക്കും പറഞ്ഞാൽ വനത്തിൻ്റെ അതിരിൻ്റെ അകത്താണ് ഈ ഒരു ചർച്ച് പണിതിരിക്കുന്നത്. പല പ്രാവശ്യം ചർച്ച് പൊട്ടിക്കാൻ വേണ്ടി അധികൃതർ വന്നു, പക്ഷെ പൊട്ടിച്ചിട്ടില്ല, ഇന്ന് വരെ പൊട്ടിച്ചിട്ടില്ല. എന്തുകൊണ്ട് പൊട്ടിച്ചില്ല എന്ന് ചോദിച്ചാൽ, ആ ഒരു പർട്ടിക്കുലർ ചർച്ച് വലിയ ചർച്ചാണ്. അവിടെ 1000-ലധികം ആളുകൾ അവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 1-2 പ്രാവശ്യം ആ ചർച്ചിൽ ശുശ്രൂഷിക്കാൻ എനിക്ക് ഇൻവിറ്റേഷനും കിട്ടിയിട്ടുണ്ട്. വലിയ ചർച്ച്, ഹിന്ദി ചർച്ചാണ്. എന്തുകൊണ്ട് പൊട്ടിക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, ആ ചർച്ചിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ പിടിപാടുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് പൊട്ടിക്കാൻ വരുന്നതിന് മുമ്പേ ഇവർക്ക് വിവരമെത്തുന്നു. അടുത്ത ദിവസം ബുൾഡോസർ വരും. അതിനു മുമ്പ് തന്നെ അവർ ചെന്നിട്ട് കാണേണ്ടവരെയൊക്കെ കണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കുറച്ച് നാളത്തെ കൂടെ ആ ഒരു നടപടി മുൻപോട്ട് തള്ളിക്കൊണ്ടു പോകുന്നു. അങ്ങനെ തള്ളി 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 മുൻപോട്ട് പോവുകയാണ്. ഇനി കുറെ കഴിയുമ്പോൾ എന്തെങ്കിലും പൊട്ടിച്ചെന്നുള്ള വാർത്ത നമ്മൾ കേൾക്കും. ഇതൊന്നും മതപീഡനമെന്ന് നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല. മറിച്ച് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് പൊട്ടിക്കാനുള്ള നടപടികൾ, അത് ബോംബെ പോലുള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ അർബനൈസ് ചെയ്യപ്പെട്ട ഈ ബോംബെ ആണെങ്കിലും നവി മുംബൈ ആണെങ്കിലും താനാ ജില്ലയാണെങ്കിലും പാൽഘർ ആണെങ്കിലും ഇവിടെയൊക്കെ ഇത്തരം കൺസ്ട്രക്ഷൻസ് പൊട്ടിക്കുന്നത് സ്ഥിരമാണ്. വലിയ വലിയ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ, നേതാക്കന്മാരുടെ, പിടിപാടുള്ളവരുടെ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് പൊട്ടിച്ചു കളയുന്നു. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം മോസ്കും അമ്പലവും ഒക്കെ എൻ്റെ 100 മീറ്റർ ചുറ്റളവിൽ കഴിഞ്ഞ ദിവസം പൊട്ടിച്ചു. എത്ര അമ്പലങ്ങളാണ് കഴിഞ്ഞിടയ്ക്ക് ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റി പൊട്ടിച്ചു കളഞ്ഞത്. പക്ഷെ അതൊന്നും വാർത്തയിൽ വരാറില്ല. കാരണം അതൊരു സ്വാഭാവിക സംഭവമായിട്ട് ഗവൺമെൻറ്റിൻ്റെ നടപടിയായിട്ട് ചിന്തിച്ചങ്ങ് പോകുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ നിറം പിടിപ്പിച്ച് പുറത്തു വരുന്നത് ഗുണകരമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് പറയണം. മതപരമായ സ്ഥാപനങ്ങൾ അവ ഇല്ലീഗലാണെങ്കിലും അതിനൊരു പരിരക്ഷ, സംരക്ഷണം ലഭിക്കുമെന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങളുടെ ചർച്ചിന് വേണ്ടിയും സ്ഥലം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പല ഇടങ്ങൾ പോയി കണ്ടു. അങ്ങനെ ഒരു ലാൻഡ് ഞങ്ങൾ വാങ്ങിക്കാൻ, ഞാനിപ്പോൾ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 10-12 കിലോമീറ്റർ ദൂരമാണ്, ഒരു ഗാവ് ഏരിയ ആണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ചെന്ന് ലാൻഡ് കണ്ടു. പക്ഷെ പ്രശ്നം, അത് കോസ്റ്റൽ സോണാണ്, കോസ്റ്റൽ റെഗുലേറ്ററി സോൺ, CRZ സോൺ എന്ന് പറയും. അവിടെ കൺസ്ട്രക്ഷൻ പറ്റത്തില്ല. പക്ഷെ എന്നെ കൊണ്ട് കാണിച്ച ആളുകളും ബ്രോക്കറും ഒക്കെ പറയുന്നത്, നീ ഒന്നും അറിയണ്ട, ഞങ്ങൾ കെട്ടിടം കെട്ടിപ്പൊക്കിത്തരാം. ഇല്ലീഗലാ കേട്ടോ, പക്ഷേ പൊട്ടിക്കാനൊന്നും ആരും വരത്തില്ല. കാരണം നിങ്ങൾക്കിത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയല്ലേ. മതത്തിൻ്റെ സ്ഥാപനമാകുമ്പോൾ ആരും പൊട്ടിക്കത്തില്ല. ഈ വാക്കുകൾ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഞാൻ എവിടെയൊക്കെ ലാൻഡ് മേടിക്കാൻ ചെന്നിട്ടുണ്ടോ, ഞാൻ ഈ താമസിക്കുന്ന ബൈന്ദ്രയിൽ തന്നെ ഈ പറഞ്ഞ ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറം അർബനൈസ് ചെയ്യപ്പെട്ട ഏരിയയിൽ ഒരു ലാൻഡ് കിടക്കുന്നു. അതും ഈ പറഞ്ഞതുപോലെ ഹൈറ്റൈഡ് ഏരിയയാണ്. അതായത് വേലിയേറ്റം വന്നാൽ വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശമെന്ന നിലയിൽ പാരിസ്ഥിതികമാകുന്ന പ്രശ്നങ്ങളുള്ള ഒരു ഏരിയയാക്കി ഗവൺമെൻറ്റിൻ്റെ റെഗുലേറ്റഡ് ആയിട്ടുള്ള സോണാണ്. അവിടെയാണ് ഈ പ്ലോട്ട് കിടക്കുന്നത്. എന്നോട് അവർ പറഞ്ഞു, നീ ധൈര്യമായിട്ട് കെട്ടിക്കൂ. മറ്റൊരു ലാൻഡ് കാണാൻ പോകുന്നത് മാൻഗ്രൂവ് നികത്തിയെടുത്തതാണ്. അവർ പറഞ്ഞു, ഇത് ധൈര്യമായിട്ട് കെട്ടിക്കൂ, ആരും പൊട്ടിക്കാനൊന്നും പറ്റത്തില്ല. എന്നെ ചൂണ്ടിക്കാണിച്ചു, ദേ ഈ നിൽക്കുന്നത് ഒരു ടെമ്പിളാണ്, അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഇതുപോലെ വേറൊരു ട്രസ്റ്റിൻ്റെ സ്ഥലമാണ്, അവരെല്ലാം ഇതുപോലെ കെട്ടിയതാണ്. നിനക്കും വേണമെങ്കിൽ ഇതിനകത്ത് ഒരെണ്ണം കെട്ടിയാൽ ആരും പൊട്ടിക്കാൻ പറ്റത്തില്ല. അവരുടെ ആരുടെയും പൊട്ടിച്ചില്ലല്ലോ. പഞ്ചാബി ഗുരുദ്വാര വരെ അവിടെ ഉണ്ട് ഈ പറഞ്ഞ സോണിൽ. അവരോട് ഇതെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ കൂട്ടത്തിൽ നിനക്കൊരു ചർച്ചൂടെ അങ്ങ് കെട്ടിക്കൂ. ഒരു ചർച്ചിൻ്റെ കുറവ് മാത്രമേ അവിടെയുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാനത് ചെയ്യില്ല. കാരണം എനിക്കറിയാം, അവരുടെ ആരുടെയും പൊട്ടിച്ചില്ലെങ്കിലും ആദ്യം പൊട്ടിക്കാൻ വരുന്നത് എൻ്റെ സ്ഥലമായിരിക്കും. അതെനിക്ക് 101% ഉറപ്പാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലം കാണാൻ പോയപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ വിൽക്കാനിട്ടിരിക്കുകയാണ്. എന്നോട് പറഞ്ഞു, ഇവിടെ ഇത്ര സ്ക്വയർ ഫീറ്റ് മാത്രമേ FSI ഉള്ളൂ, പക്ഷെ അതിൻ്റെ മുകളിലോട്ട് നിനക്ക് കെട്ടാം, വേണമെങ്കിൽ 4 നില വരെ പണിയാം. ഇല്ലീഗലാ കേട്ടോ. 1 നിലയ്ക്കുള്ള അനുവാദമേ ഉള്ളൂ, 4 നില നിനക്ക് പണിയാം.
റിലീജിയനല്ലേ, ആരും പൊട്ടിക്കാൻ വരത്തില്ല. നമ്മളെക്കൊണ്ട് സ്ഥലം വാങ്ങിപ്പിക്കാൻ വേണ്ടി ഓണറും ബ്രോക്കറും ഒക്കെ ഇതൊക്കെ പറയും. ഇത് കേട്ടിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നാളെ ആദ്യം പൊട്ടിക്കുന്നത് നമ്മുടെ സ്ഥലമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു, ആദ്യമായിട്ടൊന്നുമല്ല ഞാനിത് കേൾക്കുന്നത്, കേട്ടവരോടൊക്കെ ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഒരു സ്ക്വയർ ഫീറ്റ് പോലും ഞാൻ ഇല്ലീഗൽ പണിയത്തില്ല. മറ്റെല്ലാവരും പണിതിട്ട് പൊട്ടിച്ചില്ല എന്ന് പറഞ്ഞ് എൻ്റേതും പൊട്ടിക്കത്തില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഇരിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 10-25 വർഷം മുംബൈ പട്ടണത്തിൽ താമസിക്കുന്നത് കൊണ്ട് എനിക്ക് അറിയാം, ഒന്നും രണ്ടുമല്ല, ഒത്തിരി ചർച്ചസിൻ്റെ ബിൽഡിങ്ങുകൾ ഇവിടെ ഇല്ലീഗലായിട്ട് കൺസ്ട്രക്ട് ചെയ്തത് പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു ബിൽഡറെ കൂടെ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എണ്ണമിട്ട് പറഞ്ഞു, ഈ പട്ടണത്തിൽ ആർക്കൊക്കെ പ്രോപ്പർട്ടി ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കുണ്ട്, എന്തുകൊണ്ട് അവർക്ക് പണിയാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ ആ ലാൻഡ് ലീഗലി ഡെവലപ്പ് ചെയ്യാനുള്ള പെർമിഷനുള്ള ലാൻഡല്ല. ഈ പറഞ്ഞതുപോലെ പണ്ടാരണ്ട ഏതോ ബ്രോക്കർമാർ നമ്മുടെ സഭക്കാരെ പറഞ്ഞു പറ്റിച്ച് ഈ ലാൻഡ് വാങ്ങിച്ചു, പിന്നെ ഇത് ശരിയാകുമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് മനസ്സിലായത് ഇതിനകത്ത് പണിയാനൊക്കത്തില്ല. ഒന്നിൽ ഇത് CR സോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കോസ്റ്റൽ റെഗുലേറ്ററിയോ, അല്ലെങ്കിൽ ഹൈറ്റൈഡ് സോണോ, അല്ലെങ്കിൽ മാൻഗ്രൂവോ, എന്തെങ്കിലും എക്കോളജിക്കൽ പ്രശ്നമുള്ള സോൺ, അല്ലെങ്കിൽ ആദിവാസി ഭൂമി, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ലാൻഡ്. ഗവൺമെൻറ് ഇതെല്ലാം മാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. വിൽക്കാൻ പറ്റാത്തൊരു ലാൻഡ്, ഞാൻ സഭകളുടെ ഒന്നും പേര് പറഞ്ഞില്ല കേട്ടോ, അതിനകത്തൊരു 2-3 മലയാളി സഭകളുണ്ട്, പെന്തക്കോസ്ത് സഭകളുണ്ട്. ചിലരൊക്കെ ലാൻഡ് വാങ്ങിച്ചിട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ആ ബിൽഡർ എന്നോട് പറഞ്ഞു, അതുകൊണ്ട് വെറുതെ അബദ്ധത്തിൽ എവിടെയെങ്കിലും പോയി ചാടല്ലേ, നമ്മുടെ കാശ് പോയി കിട്ടും, പിന്നെ പണിയാൻ ഒക്കത്തില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ അങ്ങ് പണിത് കഴിഞ്ഞാൽ നാളെ ഇത് പൊട്ടിക്കാൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പൊട്ടിക്കാൻ വരുമ്പോൾ രക്ഷപ്പെടണമെങ്കിൽ തലേദിവസമേ വിവരം എത്തുമ്പോൾ പൊട്ടിക്കാൻ വരുന്നവരെയൊക്കെ പിന്നെ കൈക്കൂലി കൊടുത്ത് അവരുടെ കാല് പിടിച്ച് 6 മാസത്തേക്കുള്ള ഒരു സാവകാശമൊക്കെ ചോദിച്ച് അവനെ മാറ്റി നിർത്തണം. 6 മാസം കഴിയുമ്പോഴോ, 6 മാസം കഴിയുമ്പോൾ അവന് കൊടുത്ത പൈസയുടെ ആ ഒരു സന്തോഷം തീരുമ്പോൾ ഇനിയും കാശിന് ആവശ്യം എപ്പോഴുണ്ടെന്ന് അവന് മനസ്സിലാകുമ്പോൾ അവൻ പിന്നെയും പൊട്ടിക്കാൻ വരും. അവൻ പിന്നെയും പൈസ വാങ്ങിച്ചോണ്ടു പോകും. അങ്ങനെ ഉന്തിത്തള്ളി 1-2 ലക്ഷമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവരെ തിരിച്ച് കുറേ നാളിതിങ്ങനെ തള്ളി മുന്നോട്ട് കൊണ്ടുപോകാം. അവസാനം ഒരു ദിവസം കോടതി ഓർഡറും എല്ലാമായിട്ട് വന്ന് ഈ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ അവർ പൊട്ടിച്ചു കളയും. സത്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. ഇതിനെ നമ്മൾ പിന്നങ്ങ് ഈ മതപീഡനമായിട്ടൊക്കെ അങ്ങ് വ്യാഖ്യാനിച്ചെടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ ഘടകമായിരിക്കാം അത്. കാരണം ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള ലീഗൽ വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർക്കൊരു ഫേവർ കിട്ടാനുള്ള സാധ്യത ഈ കാലത്ത് കുറവായതുകൊണ്ട് ഈ പറഞ്ഞ സാവകാശം കൊടുക്കാതെ വേഗത്തിൽ അത് പൊട്ടിച്ചു മാറ്റി എന്ന് വരാം. ഞാൻ പറയട്ടെ, ക്രൈസ്തവ സ്ഥാപനങ്ങൾ മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ പവർഫുൾ കമ്മ്യൂണിറ്റിയുടെ ഒരു മോസ്കാണ് ഇന്നലെ എൻ്റെ തൊട്ട് അടുത്ത് പൊട്ടിച്ചു മാറ്റിയത്. അത് സംഭവിക്കാം, അതിനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ ആശിഷ് പ്രാർത്ഥനാ കേന്ദ്രം, അതിനെക്കുറിച്ച് എസൻഷ്യലായിട്ട് അറിയേണ്ട ചില വിവരങ്ങൾ. ഇത് ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കണം, നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള സുവിശേഷ മുന്നേറ്റങ്ങളെയും വലിയ സന്തോഷത്തോട് നോക്കിക്കാണുന്ന ഒരു ദൈവദാസനാണ് ഞാൻ. അവരുടെ ഡോക്ട്രിനൽ തിയോളജിക്കൽ കറക്റ്റ്നെസ്, പെർഫെക്ഷൻ, അത് ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഡോക്ട്രിനിൽ നിന്ന് അല്പമൊക്കെ അളവ് കുറവായിട്ട് എനിക്ക് തോന്നിയാലും ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്തവർ കർത്താവിനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു എന്ന കാര്യത്തിൽ സന്തോഷിക്കുന്നവനാണ് ഞാൻ. പക്ഷെ അതുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ, സത്യമായ കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കുവാൻ കഴിയുകയില്ല. ആശിഷ് പ്രാർത്ഥനാ കേന്ദ്രം, അതിൻ്റെ പശ്ചാത്തലം എന്താണ്, അതിൻ്റെ ചരിത്രം എന്താണ്, അതിൻ്റെ ഉപദേശപരമായ ആശയങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് അവർ മറ്റ് ക്രിസ്ത്യൻ സമൂഹങ്ങളുമായിട്ടൊന്നും അധികം ബന്ധമില്ലാതെ മാറി നിൽക്കുന്നത്, ഞാൻ ആദ്യമേ തന്നെ അതൊന്ന് സൂചിപ്പിച്ചുവല്ലോ. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുന്നവർ തമ്മിൽ ഒരു ബന്ധവും അടുപ്പവും ഒക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഉപദേശപരമാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ തന്നെ
അങ്ങ് കാത്തലിക് ചർച്ച് മുതൽ ഇങ്ങ് പെന്തക്കോസ്ത് സഭ വരെയുള്ള എല്ലാ സഭകളും ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകളും തമ്മിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒന്നിച്ച് വേദി പങ്കിടുകയും ഒന്നിച്ച് സഹകരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണത്. അതിൻ്റെ നടുവിൽ നമ്മളിൽ ആരെങ്കിലും ഒറ്റപ്പെട്ടോ മാറിയോ നിൽക്കുകയാണെങ്കിൽ അത് അപകടകരമാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞാൻ ഈ വീഡിയോയിൽ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചു പറയുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്രൂപ്പ് വലിയ അടുപ്പമൊന്നുമില്ലാതെ മറ്റു സഭകളുമായി ബന്ധമൊന്നുമില്ലാതെ മാറി നിന്നത്? അസോസിയേഷൻസോ അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ സംഘടനകളോ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനെയുള്ളവർ സമീപിച്ചിട്ടും അതിൽ വലിയ താല്പര്യം അവർ കാണിച്ചില്ല എന്നതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പാൽഘർ ജില്ലയിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്ന ക്രിസ്ത്യൻ സംഘടനകളുണ്ട്, ലീഗൽ സഹായം കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സഹായങ്ങളൊന്നും ഇവർ സ്വീകരിച്ചില്ല. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു പ്രവർത്തന ശൈലി മറ്റാരുമായി ബന്ധപ്പെടാതെ മുൻപോട്ട് പോകുന്ന പ്രവർത്തന ശൈലിയായിരുന്നു. ആശിഷ് പ്രാർത്ഥന കേന്ദ്രത്തിൻ്റെ പശ്ചാത്തലം, അവരുടെ ചില നല്ല വശങ്ങൾ, എന്നാൽ ദൈവവചനപ്രകാരം അവർ ഒരുങ്ങേണ്ട ചില മേഖലകൾ, ഇതൊക്കെ ഈ വീഡിയോയിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭാഗം മാത്രം പറഞ്ഞു പോകുവാനല്ല ഈ വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അത് പ്രേക്ഷകരുടെ മുമ്പിൽ സത്യസന്ധമായി എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹവും ലക്ഷ്യവും. സെബാസ്റ്റ്യൻ മാർട്ടിൻ എന്ന ഒരു ദൈവദാസനാൽ ആരംഭിച്ച ഒരു കൂട്ടായ്മയാണ് ആശീർവാദ് പ്രാർത്ഥനാ കേന്ദ്ര എന്ന പേരിൽ വസായി വെസ്റ്റിലുള്ള ഭുയി വില്ലേജിൽ നടന്നുകൊണ്ടിരുന്ന പ്രാർത്ഥനാ കൂട്ടം. ഈ ആശീർവാദ് പ്രാർത്ഥനാ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു കൂട്ടമാണ് ആശിഷ് പ്രാർത്ഥനാ കേന്ദ്രം. അതുകൊണ്ട് തന്നെ ആശയപരമായിട്ട് ഒക്കെ ഈ ആശിഷ് പ്രാർത്ഥനാ കേന്ദ്രം പൂർണ്ണമായിട്ടും ഇന്നും കടപ്പെട്ട് നിൽക്കുന്നത് സെബാസ്റ്റ്യൻ മാർട്ടിനോടും ആശീർവാദ് പ്രാർത്ഥനാ കേന്ദ്രത്തോടുമാണ്. ആശീർവാദ് പ്രാർത്ഥനാ കേന്ദ്രത്തിൻ്റെ ചരിത്രം അതുകൊണ്ട് പറഞ്ഞു തുടങ്ങണം. വസായി വെസ്റ്റിലെ ഒരു കാത്തലിക് കമ്മ്യൂണിറ്റിയിൽ ആരംഭിച്ച ഒരു കറിസ്മാറ്റിക് കൂട്ടായ്മയാണ് ഈ പറഞ്ഞ ആശീർവാദ് പ്രാർത്ഥനാ കേന്ദ്രം. ആശീർവാദ് പ്രാർത്ഥനാ കേന്ദ്രത്തിൻ്റെ സ്ഥാപകനാകുന്ന സെബാസ്റ്റ്യൻ മാർട്ടിൻ തദ്ദേശവാസിയും ആ കാത്തലിക് ഏരിയയിൽ വളരെ പ്രമുഖനാകുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വീടൊക്കെ ഇരിക്കുന്ന ആ ഒരു സ്ഥലം, അവിടെയുള്ള റോഡ് പോലും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ട്രീറ്റൊക്കെയാണ്. സ്വന്തം പറമ്പിൽ ഒരു വലിയ പ്രാർത്ഥനാ കേന്ദ്രം വെച്ചാണ് ആശീർവാദ് പ്രാർത്ഥനാ കേന്ദ്രം അവിടെ റൺ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു കാത്തലിക് കരിസ്മാറ്റിക് മൂവ്മെൻ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒക്കെ ആയിരുന്നു. അതോടൊപ്പം തന്നെ വസായിലെ ഒരു കോളേജിലെ അധ്യാപകരായിരുന്നു അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ ഭാര്യയും. എന്നാൽ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൽ ആകൃഷ്ടരായി അവർ രണ്ടുപേരും കൂടുതൽ ആത്മീയ പ്രവർത്തനങ്ങളിൽ ഇടപെടുവാൻ തുടങ്ങി. അങ്ങനെ കേരളത്തിൽ പോട്ടയിൽ ഡിവൈനിൽ വന്ന് ധ്യാനങ്ങൾ കൂടുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് പൂർണ്ണ സമയം കരിസ്മാറ്റിക് ധ്യാന ഗുരുക്കന്മാരാകുവാൻ തീരുമാനിച്ചു. ആദ്യകാലങ്ങളിൽ ഇവർക്ക് ഒരു മീറ്റിംഗ് ഒന്നും ഇവിടെ വസായിലില്ലായിരുന്നു. അന്ന് അവർ ചെയ്തിരുന്നത് മുംബൈ ഏരിയയിലുള്ള കാത്തലിക്സ്, ഹിന്ദിക്കാരായിട്ടുള്ള ആളുകളെ എല്ലാ മാസവും ഡിവൈനിൽ ഗ്രൂപ്പായി കൊണ്ടുവന്ന് ധ്യാനത്തിൽ പങ്കെടുപ്പിച്ച് തിരിച്ചു കൊണ്ടുപോവുക. ഒരു ടൂർ ഏജൻസി പോലെ, ഒരു ട്രാവൽ ഏജൻസി പോലെ അവർ ആ ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വിധത്തിൽ അത് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ ഈ ഡിവൈനിലേക്ക് വരുന്ന ഒത്തിരി ആളുകളുടെ കോണ്ടാക്റ്റ് ഇവർക്കുണ്ടാകുന്നു. അവരൊക്കെ ഈ സെബാസ്റ്റ്യൻ മാർട്ടിൻ്റെ അടുക്കൽ പിന്നീട് പ്രേരണയെത്തുന്നു. അതൊരു പ്രാർത്ഥനാ കേന്ദ്രമായി വളരുന്നു. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു പ്രാർത്ഥനാ കേന്ദ്രമായി ആശീർവാദ് പ്രാർത്ഥനാ കേന്ദ്ര ഭുയി വില്ലേജ്, വസായി നലസുപ്പാടയ്ക്ക് വെസ്റ്റായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവന്നത്. പൂർണ്ണമായിട്ടും ഒരു കാത്തലിക് കരിസ്മാറ്റിക് മൂവ്മെൻ്റായിട്ടാണ് ഈ മൂവ്മെൻറ്റ് മുൻപോട്ട് പോയത്. എന്നാൽ പിന്നത്തേതിൽ യു പിക്കാരും ബീഹാറിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമൊക്കെയുള്ള ഒത്തിരി നോൺ ക്രിസ്ത്യൻസ് അവിടെ വന്ന്
അവിടുത്തെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാൻ തുടങ്ങി. ഈ പ്രാർത്ഥനയുടെ ശൈലിയും മറ്റുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കൃപാസനത്തിൻ്റെയൊക്കെ ഒരു ശൈലിയിലാണ് ഈ ആശീർവാദ പ്രാർത്ഥനാ കേന്ദ്രം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കാത്തലിക് ഡോക്ട്രിൻ, ആ ഒരു കരസ്മാറ്റിക് ഡോക്ട്രിൻ, പിന്നെ ഈ എണ്ണയും വെള്ളവുമൊക്കെ പ്രാർത്ഥിച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ വിൽക്കുക എന്നുള്ളതാണ് ശരിയായ പദം. ചെറിയ ചെറിയ എണ്ണക്കുപ്പികൾ പ്രാർത്ഥിച്ച് അതൊരു വിലയ്ക്ക് വിൽക്കുന്നു, വെള്ളക്കുപ്പികൾ പ്രാർത്ഥിച്ച് വിൽക്കുന്നു. ഇത്തരത്തിലുള്ള നടപടികൾ ഈ നോർത്ത് ഇന്ത്യക്കാരെ ആളുകൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതൊരു വലിയ ഒരു 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 പ്രാർത്ഥനാ കേന്ദ്രമായി ഈ എണ്ണയും വെള്ളവും ഒക്കെ വിൽക്കുന്ന കേന്ദ്രമായിട്ടങ്ങ് വളർന്നു. അങ്ങനെ കണ്ടമാനം ഈ പ്രാർത്ഥനാ കേന്ദ്രം വളർന്നപ്പോൾ കാത്തലിക് ചർച്ചുമായിട്ട് ഒരു ചെറിയ അകലമുണ്ടാകാനിടയെ തീർന്നു. അതായത് സെബാസ്റ്റ്യൻ മാർട്ടിൻ കാത്തലിക് ചർച്ചിനെക്കാട്ടിലും അവിടെ വളരുന്നു എന്നൊരു ചിന്ത. അദ്ദേഹം എന്നാൽ കാത്തലിക് ചർച്ചിൻ്റെ പരിധിയിൽ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലുമായി. അങ്ങനെ വന്നപ്പോൾ പല കാത്തലിക് ധ്യാനഗുരുക്കന്മാരും സഭ വിട്ട് സ്വന്തമായ സ്ഥാപനങ്ങൾ തുടങ്ങിയതുപോലെ ഈ ആശീർവാദ പ്രാർത്ഥനാ കേന്ദ്രം കാത്തലിക് ചർച്ചിൽ നിന്ന് വേർപെട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻ്റ് ആയിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, കാത്തലിക് ഡോക്ട്രിൻസ് ഒന്നും അധികമായിട്ട് ഇവർ വിട്ടിട്ടില്ല. ഡോക്ട്രിനൊക്കെ അത് തന്നെ. പക്ഷേ കാത്തലിക് ചർച്ചിൻ്റെ അംബ്രലയ്ക്കകത്ത് നിന്ന് മാറി ഒരു ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻ്റ് ആയിട്ട് ഈ സംവിധാനം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് 2005, 2006 വർഷങ്ങളിൽ ഒരിക്കൽ സെബാസ്റ്റ്യൻ മാർട്ടിൻ അദ്ദേഹം ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അന്ന് ഞാൻ ഈ ബിസിനസ്സൊക്കെ നിർത്തിയിട്ടില്ല. ഏകദേശം എൻ്റെ ഒരു ബിസിനസ്സൊക്കെ നിർത്തി ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങുവാൻ തീരുമാനമൊക്കെ എടുത്തിരിക്കുന്ന ഒരു സമയത്താണ്. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഒരു കോമൺ ഫ്രണ്ട് വഴി ഞങ്ങൾ കണക്റ്റായി. ഈ സെബാസ്റ്റ്യൻ മാർട്ടിൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് എന്നെ വിളിപ്പിക്കാനുള്ള കാരണം, അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കണം. പ്രത്യേകിച്ചും കമ്പ്യൂട്ടറുകളെക്കുറിച്ചുള്ള ട്രബിൾ ഷൂട്ടിങ്ങിനെ കുറിച്ചുള്ള ട്രെയിനിങ് കൊടുക്കണം. ഞാൻ അന്ന് ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ സ്ഥാപനം സന്ദർശിക്കുവാൻ ഇടയായിത്തീർന്നു. ഒരു വലിയ ഓഫീസും കുറേ സ്റ്റാഫും ഒക്കെ ഉണ്ട്. എന്നാൽ ഞാൻ അതേ സമയത്ത് തന്നെ ഒരു ചർച്ചിൻ്റെ അസോസിയേറ്റ് പാസ്റ്ററൊക്കെയാണ്. സെബാസ്റ്റ്യൻ മാർട്ടിന് അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അദ്ദേഹം ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് എന്നെ വിളിപ്പിച്ചതെങ്കിലും അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്കതൊക്കെ പിന്നീട് സംസാരിക്കാം, നമുക്ക് ആത്മീയ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മണിക്കൂറുകൾ സംസാരിച്ചു. അങ്ങനെയുള്ള സംഭാഷണ മധ്യത്തിൽ ഞാൻ എൻ്റെ ചില കൺസേൺസ്, ഞാൻ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളെക്കുറിച്ച്, സെബാസ്റ്റ്യൻ മാർട്ടിൻ്റെ ആ മൊമെൻറ്റിനെ കുറിച്ച്, ഞാൻ കേട്ടിട്ടുള്ള വാർത്തകളെക്കുറിച്ചുള്ള എൻ്റെ അല്പം വിമർശനപരമായ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം അതിനൊക്കെ എക്സ്പ്ലനേഷനും തന്നു. ചില കാര്യങ്ങൾ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണം. കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ മറ്റൊരു മത നേതാവും പബ്ലിക്കലി സമ്മതിക്കുന്ന കാര്യമായിരിക്കുകയില്ല. ഞാൻ ഓർക്കുകയും ചെയ്തു, ഇത്രയും കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നോട് ഓപ്പണായിട്ട് സംസാരിക്കുന്നത്. എൻ്റെ ചോദ്യങ്ങൾ, ഒന്ന്, ഈ സെബാസ്റ്റ്യൻ മാർട്ടിൻ്റെ കേന്ദ്രം 16,000 പേര് വരുന്നൊരു സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, വലിയ കൂട്ടമാണ്. അവിടെ പവർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സെഷനുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ ഈ ശിബിരങ്ങൾ എന്ന് പറയും, ധ്യാനങ്ങളുടെ അവസാന ദിവസത്തിൽ ഏതാണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറോളം പവർ മാനിഫെസ്റ്റേഷനാണ്. ഇത് സെബാസ്റ്റ്യൻ മാർട്ടിൻ്റെ ഒരു ട്രേഡ് മാർക്കായിരുന്നു. നമ്മുടെ ഈ പല ടൈപ്പിലുള്ള പ്രവചന ശുശ്രൂഷകളുണ്ടല്ലോ, എക്സ്റേ പ്രവചനം, ഫോറൻസിക് പ്രവചനം, ഇങ്ങനെയുള്ള പദങ്ങൾ നമ്മുടെ ഇടയിൽ പോപ്പുലർ ആയിരുന്നല്ലോ. സെബാസ്റ്റ്യൻ മാർട്ടിൻ ഉപയോഗിക്കുന്ന പദമായിരുന്നു പവർ മാനിഫെസ്റ്റേഷൻ. പവർ മാനിഫെസ്റ്റേഷനിൽ അദ്ദേഹം ചെയ്യുന്നത്, ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിന് അദ്ദേഹം കാണിക്കുന്ന പല തരത്തിലുള്ള ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു. കോറിയോഗ്രാഫ്ഡ് ആണ്, നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത പരിപാടിയാണ് അവിടെ സ്റ്റേജിൽ നടക്കുന്നത്. ഒരു സ്റ്റേജ് ഷോ നേരത്തെ പ്ലാൻ ചെയ്ത് നടത്തുന്നത് പോലെ തന്നെയുള്ള പവർ മാനിഫെസ്റ്റേഷൻ സെഷനുകൾ. അതിനകത്ത് ഒരു രീതിയാണ്, അദ്ദേഹം പ്രാർത്ഥിച്ചൊരു കർച്ചീഫ് സ്റ്റേജിലിടുന്നു, എന്നിട്ട് ക്രൗഡിലുള്ള ആളുകളെ വെല്ലുവിളിക്കുന്നു, നിങ്ങളിൽ ആർക്കാണ് ഈ കർച്ചീഫ് വന്ന് എടുക്കാൻ കഴിയുന്നത്? ആർക്കും കഴിയില്ല. ആര് സ്റ്റേജിൽ വന്ന് ആ കർച്ചീഫ് എടുക്കാൻ ശ്രമിച്ചാലും കൈ കർച്ചീഫിൻ്റെ നേരെ നീട്ടുമ്പോഴേക്കും ഈ വ്യക്തി പുറകിലേക്ക് അല്ലെങ്കിൽ സൈഡിലേക്ക് തെറിച്ചു പോകും, സ്ലെയിൻഡ് ആകും.
ആത്മവിശ്വതയിലാകും. ഇത് ഒരു കാഴ്ച. അതുപോലെ തന്നെ അദ്ദേഹം പവർ മാനിഫെസ്റ്റേഷൻ ഡെമോൺസ്ട്രേഷന് വേണ്ടി കാണിക്കുന്ന മറ്റൊരു രീതിയായിരുന്നു, ഒരു 100 പേരെ ഒന്നിച്ച് സ്റ്റേജിൽ വിളിക്കും. ഒരു വലിയ കൂട്ടം സ്റ്റേജ് നിറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം സ്റ്റേജിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് കൈ ഉയർത്തി കഴിയുമ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നവർ എല്ലാവരും വീണുപോകും. അദ്ദേഹം കാണിക്കുന്ന പവർ മാനിഫെസ്റ്റേഷൻ സെഷൻസ്. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം എന്നോട് അതിൻ്റെ വിശദീകരണങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ആളുകൾ വീഴുന്നത്? അദ്ദേഹം അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻസ് പറഞ്ഞു. ചിലതൊക്കെ എനിക്ക് ഉൾക്കൊള്ളുവാൻ പറ്റുന്നതായിരുന്നു, എന്നാൽ മറ്റു ചിലത് ഞാൻ സംശയത്തോടു കൂടെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇദ്ദേഹം ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടാകാം എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഉത്തരങ്ങൾ പറയുക മാത്രമല്ല, ഫിനി വന്നാട്ടെ, ഞാൻ എൻ്റെ ശക്തി നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അത് ആ പദപ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. ഐ വിൽ ഷോ യു മൈ പവർ. ഞാൻ എൻ്റെ ശക്തി നിന്നെ കാണിച്ചു തരാം. എന്നിട്ട് ഞാനും ഈ പറഞ്ഞ ആളും ഇവരുടെ ശിബിരം അല്ലെങ്കിൽ ധ്യാനം നടക്കുന്ന ആ വലിയ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം പോകുന്ന പോക്കിൽ എന്നോട് പറയുന്നുണ്ട്, ഐ ആം പവർഫുൾ ദാൻ ബെന്നിഹിൻ. ഞാൻ ബെന്നിഹിനെക്കാട്ടിലും ശക്തനാണ്. പക്ഷെ ബെന്നിഹിനെ പോലെ എനിക്ക് സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അല്ലായിരുന്നുവെങ്കിൽ ഞാനിന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുമായിരുന്നു. ആ വാക്കുകളൊക്കെ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ഒരു കരട് പോലെയാണ് വീണത്. ഇതാരോ മറ്റാരോ പറഞ്ഞ അനുഭവങ്ങളല്ല കേട്ടോ, എൻ്റെ സ്വന്തം അനുഭവങ്ങൾ, ഞാൻ നേരിട്ട് കേട്ട സംഭവങ്ങൾ, 2005, 2006 കേട്ട സംഭവങ്ങൾ. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം സെബാസ്റ്റ്യൻ മാർട്ടിനുമായിട്ടുള്ള എൻ്റെ ഈ അനുഭവങ്ങൾ, ഈ ഒരു സംഭാഷണങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പുറത്ത് പബ്ലിക്കലി പറയുന്നത്. അദ്ദേഹം എന്നെ ഹോളിലേക്ക് കൊണ്ടുപോയി. ഹോളിൽ ചെന്ന ശേഷം ആ ഒരു വലിയ ഹോളാണ്, എനിക്കൊന്നൊരു 4,000-5,000 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു വലിയ ഹോളാണ്. ആ ഹോളിൻ്റെ ഒരു കോർണറിലുള്ള ഡോറിലൂടെ അകത്തേക്ക് കയറിയപ്പോൾ ഒരു ചെറിയ ധ്യാനം അവിടെ നടക്കുന്നുണ്ട്. 100-200 പേര് ആ സ്റ്റേജിൻ്റെ ഭാഗത്തായിട്ട് ധ്യാനിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു, ആ ഹോളിൻ്റെ അങ്ങ് ബാക്കിലായിട്ട് കുറേ ദൂരമാണ് കേട്ടോ, ഒരു 10-30 മീറ്ററേലും ദൂരമുണ്ട്. ആ ബാക്കിലിരിക്കുന്ന ആ ഹോളിൻ്റെ അടുത്തൊരു എൻട്രൻസിൻ്റെ വെളിയിലായിട്ടുള്ള ഒരു റിസപ്ഷൻ കൗണ്ടർ കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടു. അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടു. എന്നാൽ ഇപ്പോൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ കോണിൽ നിന്നുകൊണ്ട് റിസപ്ഷനിൽ എണ്ണയും വെള്ളവും വാങ്ങിക്കുവാൻ വന്നവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കസേരയിലിരിക്കുന്ന പെൺകുട്ടിക്ക് നേരെ കരമുയർത്തിയിട്ട് അദ്ദേഹം ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി കസേര ഉൾപ്പെടെ ആ ക്യാബിനിൽ മറിഞ്ഞു വീഴുന്ന കാഴ്ച ഞാൻ കണ്ടു. ഒരു 30 മീറ്ററോളം ദൂരെയുണ്ട്. പെൺകുട്ടി മറ്റെന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എണ്ണയും വെള്ളവും വാങ്ങാൻ വന്നവർക്ക് അത് വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി. അടുത്തതായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഫിനി, ഞാൻ ഇനിയും കാണിച്ചു തരാം. അദ്ദേഹം അവിടെ നിന്ന് സ്റ്റേജിൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ സ്റ്റേജിൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ട് ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. അവർക്ക് നേരെ കരം ഉയർത്തിയപ്പോൾ ഒരു റോബോട്ടിക് ആക്ഷൻ പോലെ, അതായത് ഒരു സ്വിച്ച് ഇട്ടാൽ എന്താ സംഭവിക്കുന്നത് അതുപോലെ ആ വനിത സ്റ്റേജിൽ പുറകിലേക്ക് വീഴുവാൻ ഇടയായി തീർന്നു. ഈ കാഴ്ചകളൊക്കെ ഞാൻ കണ്ടു. അദ്ദേഹം എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹം വളരെ പവർഫുള്ളാണ്, പവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം, അങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് പാപമല്ല, അതിനാണ് ഇത്തരത്തിലുള്ള സെഷൻസ് വെക്കുന്നത് എന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്നാൽ അദ്ദേഹം ഒരു രഹസ്യം കൂടെ എന്നോട് പറഞ്ഞു. ഐ ആം പവർഫുൾ ദാൻ ബെന്നിഹിൻ എന്ന വാചകം മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ രഹസ്യം, ഞാൻ സ്റ്റേജിൽ വിളിക്കുന്ന 100 പേർ ആരെയാണ് പവർ ഡെമോൺസ്ട്രേഷന് വേണ്ടി ഞാൻ കരമുയർത്തുമ്പോൾ വീഴാൻ വേണ്ടി വിളിക്കുന്ന 100 പേർ, അവരെല്ലാവരും വീഴും എന്ന് ഉറപ്പുള്ളവരെ മാത്രമേ ഞാൻ സ്റ്റേജിൽ കൊണ്ടുവരികയുള്ളൂ. അതായത് അദ്ദേഹത്തിൻ്റെ സജഷൻ, ടച്ച് എന്നോ പറയുകയോ കൈ ഉയർത്തുകയോ ചെയ്യുന്ന ഒരു സജഷൻ കൊടുക്കുകയാണ്. ആ സജഷൻ കൊടുക്കുമ്പോൾ വീഴുമെന്ന് ഉറപ്പുള്ളവരെ മാത്രമേ ഞാൻ സ്റ്റേജിൽ കൊണ്ടുവരികയുള്ളൂ. ഇത് വേറെ ആരും പറഞ്ഞതല്ല, സെബാസ്റ്റ്യൻ മാർട്ടിൻ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. ഇതും ഞാൻ എൻ്റെ മനസ്സിൽ
ഒരു കരട് പോലാണ് സ്വീകരിച്ചത്. കാരണം നമ്മളൊക്കെ പിന്തുടരുന്ന ഒരു വിശ്വാസ മാർഗം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മാർഗം അല്ലല്ലോ. എന്താണെങ്കിലും കുറേ സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ സ്ഥിരമായിട്ട് ഇവിടെ വരണം. പിന്നെ ഒരു ചെറിയ ഓഫറും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഓഫർ, ഞാൻ കാത്തലിക് ചർച്ചൊക്കെ വിട്ടു മാറി നിൽക്കുന്ന സമയമാണ്, ഞങ്ങളുടെ ഇടയിൽ സ്നാനപ്പെടാൻ റെഡിയായിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ ആർക്കും സ്നാനം കൊടുക്കുവാൻ തുടങ്ങിയിട്ടില്ല. അതിൻ്റെ കാരണം കാത്തലിക് ചർച്ച് വിട്ടു വന്നതല്ലാതുള്ളൂ. അദ്ദേഹം തന്നെ ഒരു സ്നാനാനുഭവത്തിലൂടെ ഒന്നും പോയിട്ടില്ല. എന്നോട് ചോദിച്ചു, ഫിന്നിക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കുവാൻ കഴിയുമോ? ഇവിടെ ധാരാളം പേർ സ്നാനപ്പെടുവാനുണ്ട്, ഞങ്ങളുടെ മിനിസ്ട്രിയോട് ചേരുന്നോ എന്നും ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ചില കരടുകൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് വീണിട്ടുണ്ട്. മാത്രമല്ല, അവിടെ കണ്ട മറ്റൊരു കാഴ്ച എന്നെ ഒത്തിരി ദുഃഖിപ്പിച്ചു. അവിടെ യേശുവിൻ്റെ ഒരു ക്രൂശിത രൂപം ഒരു ഇടനാഴിയിൽ പ്രത്യേകമായി സജ്ജീകരിച്ച ഒരു ഹാളിൻ്റെ അകത്ത് അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ക്രൂശിത രൂപത്തിൻ്റെ കാൽക്കൽ ആളുകൾ ജമന്തി പൂമാല ഇടുന്നതും മെഴുകുതിരികൾ കത്തിക്കുന്നതും ആ രൂപത്തെ വണങ്ങുന്നതും ചുംബിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അത് ഒട്ടും സന്തോഷമായി തോന്നിയില്ല. കാരണം ഒരു പ്യൂറായ കാത്തലിക് ധ്യാന കേന്ദ്രത്തിൽ അല്ലെങ്കിൽ പള്ളിയിൽ എന്തൊക്കെ നടക്കുന്നു അതൊക്കെ തന്നെ ഇവിടെയും നടക്കുന്നു. കാത്തലിക് ചർച്ചിൽ നിന്ന് പുറത്തു വന്നു എന്ന് അവർ അവകാശപ്പെടുന്നെങ്കിലും, ചർച്ച അവരെ പുറത്താക്കിയെന്ന് പറയപ്പെടുന്നുവെങ്കിലും, ഇത്തരം കാഴ്ചകൾക്ക് അവിടെ ഒട്ടും കുറവില്ലായിരുന്നു. എന്താണെങ്കിലും ദൈവമക്കൾക്കറിയാമല്ലോ, ഇത്തരം ഒരു സ്ഥാപനത്തിൽ ഒരിക്കലും വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങൾ ലഭിച്ചിട്ടുള്ള നമ്മളെപ്പോലുള്ളവർക്ക് ചേർന്ന് പോകുവാൻ കഴിയുകയില്ല. ഞാൻ അവിടെ നിന്ന് മടങ്ങി വരികയാണ്. ഈ ബുഹി വില്ലേജിലെ ഈ പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് വസായി സ്റ്റേഷനിലേക്ക് വരണമെങ്കിൽ നല്ല ദൂരമുണ്ട്. ഞാൻ അല്പം ലേറ്റ് ആയതുകൊണ്ട് ബസ് തിരിച്ചു കിട്ടാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ മാർട്ടിൻ അവരുടെ സ്ഥാപനത്തിലെ ഒരു പ്രൈവറ്റ് ഓട്ടോ ഉണ്ട്, അവരുടെ സ്റ്റാഫിനോട് പറഞ്ഞു, എന്നെ റെയിൽവേ സ്റ്റേഷനിലേക്കൊന്ന് വിട്ടേരെ. അങ്ങനെ ഞാൻ ഈ റിക്ഷയിലിരുന്ന് സെബാസ്റ്റ്യൻ മാർട്ടിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ആ ഇടവഴിയിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ടും കലുഷിതമായിരുന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇതൊക്കെ ദൈവികമാണോ? എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വിഗ്രഹാരാധന ഉള്ളിടത്ത് ഈ പറഞ്ഞ ജമന്തി പൂമാലയും മെഴുകുതിരി കത്തിച്ച് യേശുവിൻ്റെ കാൽക്കൽ, യേശുവിൻ്റെ രൂപം അല്ലേ, ആ രൂപത്തിൻ്റെ ക്രൂശിത രൂപത്തിൻ്റെ കാൽക്കൽ മുത്തുകയും ഒക്കെ ചെയ്യുന്നത് ദൈവവചനപ്രകാരമുള്ളതല്ലല്ലോ. അത് നിനക്കിഷ്ടമാണോ? വിഗ്രഹാരാധന ഉള്ളിടത്ത് ദൈവം ഇറങ്ങി പ്രവർത്തിക്കുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ആ റിക്ഷയിലിരിക്കുന്നത്. ഇവിടെ പ്രേക്ഷകർ ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ വിചിത്രമാകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ഇങ്ങനെ ആ ഇടവഴിയിലൂടെ ഓട്ടോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൽ 1-2 വാചകങ്ങൾ പറഞ്ഞു. എൻ്റെ മനസ്സ് പറയുകയാണ്, ഇത് സാത്താന്യമാണ്, അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ വന്നിട്ട് വെറുതെ പോകരുത്, ഇതുമായി യുദ്ധം ചെയ്യണം. ആ ഓട്ടോയിൽ ഇരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞ ഒരു വാചകം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സാത്താന്യ ശക്തിക്കെതിരെ ഞാൻ വരുന്നു എന്ന് എൻ്റെ സ്വകാര്യതയിൽ ഞാൻ അടക്കം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഉറക്കെ പറയുകയല്ല, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഹിന്ദിക്കാരൻ മുൻപിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നു, പുറകിലെ സീറ്റിൽ ഇരുന്നു കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിശാചേ, ഞാൻ നിനക്കെതിരെ വരുന്നു എന്ന ഒരു വാചകം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത സെക്കൻഡിൽ, മിനിറ്റ് എടുത്തില്ല കേട്ടോ, നെക്സ്റ്റ് സെക്കൻഡിൽ ഒരു വലിയ ശബ്ദം കേട്ടു. എന്താ സംഭവം എന്നറിയാം? ഓട്ടോറിക്ഷയുടെ ബ്രേക്ക് ചവിട്ടുന്ന ലിവറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ദണ്ഡി, ഒരു ഇരുമ്പ് റോഡുണ്ട്. ആ റോഡ് ഒത്ത സെൻട്രലിൽ വെച്ച് 2ആയിട്ട് മുറിഞ്ഞുപോയി. അതിന് ചങ്ങലയോ കയറോ ഒന്നുമല്ല, ഒരു റോഡാണ്, ഒരു ഇരുമ്പ് റോഡാണ്. ഇയാൾ പെട്ടെന്ന് പറഞ്ഞു, ഓട്ടോയുടെ ബ്രേക്ക് പോയി. നല്ല സ്പീഡിൽ പോകുന്ന ഓട്ടോ. ഒറ്റ സെക്കൻഡ് കൊണ്ട് കേട്ടോ, സാത്താനെ, ഞാൻ നിനക്കെതിരെ വരുന്നു എന്ന് ഞാൻ വളരെ ചെറിയ ശബ്ദത്തിൽ പുറയിൽ ഇരുന്ന് പറഞ്ഞ ആ വാചകം മുഴുവിപ്പിച്ചതും ഞാൻ സഞ്ചരിച്ച ഓട്ടോറിക്ഷയുടെ ബ്രേക്കിൻ്റെ ജോയിന്റ് എന്തെങ്കിലും വിട്ടുപോകുകയല്ല, ആ റോഡ് 2ആയിട്ട് കട്ടായിപ്പോയി.
അങ്ങനെ പരിഭ്രമിച്ച് ഭയന്ന് ഓട്ടോറിക്ഷയിൽ ഇരിക്കുമ്പോൾ എന്താണെങ്കിലും ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ റോഡിൻ്റെ വശത്തിലുള്ള ഒരു വീടിൻ്റെ ഗേറ്റിൻ്റെ സൈഡിലേക്ക് ഈ ഓട്ടോ പെട്ടെന്ന് തിരിച്ചെടുത്ത് ആ ഗേറ്റിൽ ഒരു കയറ്റമായിരുന്നു, അല്പം കയറ്റം കയറി ആ ഗേറ്റിൻ്റെ സൈഡിൽ ഈ ഓട്ടോറിക്ഷ ഇടിച്ചു നിർത്തി. ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ റോഡ് രണ്ടായിട്ട് മുറിഞ്ഞു മാറിയിരിക്കുന്നു. ഞാൻ ആ റിക്ഷാക്കാരനോട് ചോദിച്ചു, ഇങ്ങനെ സംഭവിച്ചത്, ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? അയാൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. നമ്മൾ മനസ്സിലാക്കണം, ആ ഒരു ബ്രേക്ക് ചവിട്ടുന്ന ആ ഒരു സംഭവം പിന്നെ വീലിലുള്ള ബ്രേക്കും തമ്മിൽ ബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു ജോയിന്റ് പൊട്ടിപ്പോയാൽ മനസ്സിലാക്കാം. പക്ഷെ ഒരു റോഡ് രണ്ടായിട്ട് മുറിഞ്ഞു പോയെന്നുള്ളത് എനിക്ക് ഇന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ അതുകൊണ്ട് എനിക്കൊരു കാര്യം ബോധ്യമായി. എന്ത് ബോധ്യമായി എന്നറിയാമോ? വിഗ്രഹാരാധന ഉള്ളിടത്ത് നടക്കുന്ന മിറക്കിൾസ് വേദപുസ്തകത്തിലെ ദൈവത്തിൽ നിന്ന് അല്ല എന്ന് എനിക്ക് കൺവിക്ഷൻ ഉണ്ടാകാൻ ലഭിച്ച ഒരു അനുഭവമായിരുന്നത്. വിഗ്രഹാരാധന ഉള്ളിടത്ത് നടക്കുന്ന അത്ഭുതങ്ങൾ വേദപുസ്തകത്തിലെ ദൈവത്തിൽ നിന്ന് അല്ല എന്ന് എനിക്ക് കൺവിക്ഷൻ ലഭിച്ച ഒരു അനുഭവമായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഡീറ്റെയിൽസ് എന്തിനാ പറയുന്നതെന്ന് അറിയാമോ? ആസാദിയുടെ പ്രേക്ഷകർക്ക് ഈ പറഞ്ഞ ആശിഷ് പ്രാർത്ഥനാ കേന്ദ്ര എന്ന് പറഞ്ഞ ഇപ്പോൾ പൊളിച്ചു കളഞ്ഞ ആ ബിൽഡിങ്ങിനെയും ആ സ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കണം. അതിൻ്റെ ഒറിജിനൽ ഭാവമാണ്, അതിൻ്റെ പൂർവ്വരൂപമാണ് ആശീർവാദ് പ്രാർത്ഥനാ കേന്ദ്രം, സെബാസ്റ്റ്യൻ മാർട്ടിൻ്റെ കേന്ദ്രം. പിന്നത്തേതിൽ ഞാൻ അങ്ങോട്ട് പോയില്ല, കാരണം അതോടുകൂടെ ആ ബന്ധം അവിടെ അവസാനിച്ചു. ആ ബ്രേക്ക് പൊട്ടിയ അനുഭവം എനിക്കൊരു കൺവിക്ഷൻ പോലെ ആയിരുന്നു. അത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. എന്താണെങ്കിലും ആശീർവാദ പ്രാർത്ഥനാ കേന്ദ്രം പിന്നെയും വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നു. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുവെന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. പിന്നീട് എണ്ണയും ഈ പറഞ്ഞ വെള്ളവും മാത്രമല്ല, അവിടെ പ്രാർത്ഥിച്ച ചായ, പ്രാർത്ഥിച്ച തലവണ, ഇങ്ങനെ പലതും വിൽക്കാൻ തുടങ്ങി. അഭിഷേകമുള്ള തക്കിയ എന്ന് പറഞ്ഞാൽ തലവണ, ഇത് പ്രാർത്ഥിച്ച അഭിഷേകമുള്ള തലവണയാ. ഇത് വെച്ച് കിടന്നുറങ്ങിയാൽ ബന്ധന വഴിയും പിന്നെ നല്ല ഉറക്കം കിട്ടും. ആശീർവാദ പ്രാർത്ഥനാ കേന്ദ്രത്തിലെ ചായ, ആ ചായ അഭിഷേകമുള്ള ചായയാണ്, അത് കുടിച്ചാൽ പ്രത്യേക സൗഖ്യം. ഇങ്ങനെ വിൽക്കാനുള്ള ഒത്തിരി ഐറ്റംസ് അവിടെ ഉണ്ടായി. അങ്ങനെ വളരെ തകൃതിയായിട്ട് ആശീർവാദ പ്രാർത്ഥനാ കേന്ദ്രം അങ്ങ് വളരുകയാണ്. ഇവിടെ ഞാൻ എപ്പോഴും ഊന്നി പറയുന്ന ഒരു കാര്യം പ്രേക്ഷകരോട് പറയുകയാണ്. നോർത്ത് ഇന്ത്യയിലുള്ള പല ചർച്ചസും ഇങ്ങനെയുള്ള എണ്ണ വിൽക്കുകയോ വെള്ളം വിൽക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും ഇതിന് എതിരാണ്, നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. കാരണം പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യയിൽ പ്രാർത്ഥിക്കാൻ എത്തുന്ന ആളുകൾ ഇത്തരത്തിലുള്ള എണ്ണയോ വെള്ളമോ ഒക്കെ വിൽക്കുന്ന ഇടങ്ങളിൽ പോയി, പല ബാബാമാരുടെ ഇടയിൽ പോയി, പല മസ്ജിദ് ചർച്ചുകളിൽ പോയി ഇതൊക്കെ അനുഭവിച്ചിട്ടാണ് നമ്മുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരുന്നത്. അവിടെ വരുമ്പോൾ, നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവിടെയും ഈ പറഞ്ഞതുപോലെ വെള്ളവും എണ്ണയും ഒക്കെ കൊടുക്കാൻ തുടങ്ങിയാൽ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ മറ്റൊരു ബാബയായി മാറി. നമ്മളെ ഒരു ബാബയായിട്ട് ആളുകൾ കണ്ടു. ആൾക്കൂട്ടം ഉണ്ടാകും കേട്ടോ. 1000, 2000, 5000, 6000 പേര് വരാനൊന്നും സമയമില്ല. കാരണം 1000, 5000, 6000 ഒക്കെ ആളായിട്ട് ഈ കൂട്ടം വളരാൻ നിന്നും സമയമെടുക്കില്ല. കാരണം ഈ പറഞ്ഞതുപോലെ സുവിശേഷത്തിൻ്റെ ശക്തിയൊന്നുമല്ല ഇവരെ കൊണ്ടുവരുന്നത്. ബാബാമാരുടെ അടുക്കൽ പോകുമ്പോൾ വെള്ളം കിട്ടുന്നത് പോലെ, എണ്ണ കിട്ടുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ഇവിടെയും കിട്ടുന്നു. ഞാൻ കഴിഞ്ഞിടയ്ക്കൊരു ചർച്ചിൻ്റെ വീഡിയോ കണ്ടു. ആ ചർച്ചിൽ വന്ന വിശ്വാസികളെല്ലാം ഒരു മാമ്പഴം ഉയർത്തി പിടിച്ചിരിക്കുകയാണ് പ്രാർത്ഥിക്കാൻ. എനിക്ക് വിചിത്രമായി തോന്നി. സഭയിലുള്ള എല്ലാ വിശ്വാസികളുടെ കയ്യിൽ ഒരു മാമ്പഴം ഉയർത്തി പിടിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയോ കൾച്ചറിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞു, എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ അവരെ പോലെ നമ്മൾ ആയിത്തീരുന്നതിലൂടെ നമ്മുടെ മാർഗത്തിൻ്റെ മഹത്വത്തെ നമ്മൾ ചോർത്തിക്കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയുള്ള പ്രവണതകളെ ഞാൻ നിരുത്സാഹപ്പെടുത്തുകയും എതിർക്കുകയും എതിർത്ത് സംസാരിക്കുകയും ചെയ്തിട്ടേ ഉള്ളൂ. ഇനി വേറൊരു പ്രശ്നം ഞാൻ പറയാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ഈ പറഞ്ഞ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമമനുസരിച്ച് ആളുകൾക്ക്
നടപടിയെടുക്കുവാൻ കൊടുക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ, ഈ പറഞ്ഞ വെള്ളം വിൽപ്പന, എണ്ണ വിൽപ്പന, തലോണ വിൽപ്പന, ചായ വിൽപ്പന, ഇതൊക്കെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു എന്ന കാരണത്താൽ ഗവൺമെന്റിനും അധികാരികൾക്കും എതിർക്കുന്നവർക്കും ഇവർക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കൂടുതലുള്ളിടത്താണ് ഈ ബ്ലാക്ക് മാജിക് ആൻഡ് സൂപ്പർസ്റ്റിഷ്യൻ ആയിട്ടുള്ള കാര്യങ്ങൾക്കെതിരെയുള്ള ഈ റൂൾസ് ഉപയോഗിച്ച്, നിയമങ്ങൾ ഉപയോഗിച്ച് കേസെടുക്കുന്നത്. ആശീർവാദ് പ്രാർത്ഥനാ കേന്ദ്രത്തിനും അതാണ് സംഭവിച്ചത്. ഏതാണ്ട് 2016 ആയപ്പോഴത്തേക്കും ഈ കേന്ദ്രത്തിനെതിരെ വലിയ ആരോപണങ്ങളായി. പ്രത്യേകിച്ച് ഇത്രയും ആൾക്കൂട്ടം ഇവിടെ കൂടുന്നു, ഈ എണ്ണക്കച്ചവടവും വെള്ളക്കച്ചവടവും ഒക്കെ ഉള്ളത് കൊണ്ട് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു എന്ന പേരിൽ ഇവർക്കെതിരെ കേസുകൾ ഉണ്ടാകാൻ തുടങ്ങി. 2016 ഫെബ്രുവരി മാസമായപ്പോഴത്തേക്കും മീഡിയകൾ വളരെ ശക്തമായിട്ട് ഈ സെബാസ്റ്റ്യൻ മാർട്ടിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു, ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ, ആശീർവാദ് പ്രാർത്ഥനാ കേന്ദ്രത്തിനെതിരെ നടത്തിയ നടപടികൾ 2016 അതിൻ്റെ പിന്നിൽ ഒരു സുവിശേഷ വിരോധ സംഘടനയായിരുന്നില്ല. അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ടത്. അവരുടെയൊക്കെ ഒരു പിൻബലമുണ്ടാകാം, അല്ല എങ്കിൽ നടപടിയെടുത്തവർ അങ്ങനെയുള്ള ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടവരാകാം. പക്ഷേ അന്ന് സെബാസ്റ്റ്യൻ മാർട്ടിനെതിരെ 2016 ആശീർവാദ് പ്രാർത്ഥനാ കേന്ദ്രത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി തീർന്ന സംഭവങ്ങൾക്ക് കാരണമായി തീർന്നത് നരേന്ദ്ര ദാബോൽക്കർ എന്ന് പറയുന്ന ഒരു യുക്തിവാദി ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രക്കാരനാണ്. അദ്ദേഹം പത്മഭൂഷൺ വരെ നേടിയിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ചും അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടുന്ന ഒരു സംഘടന അദ്ദേഹം നയിച്ചിരുന്നു. 2013 നരേന്ദ്ര ദാബോൽക്കറിനെ ഇവിടുത്തെ ഈ ഹിന്ദു ആശയങ്ങളുള്ള സംഘടനകളുടെ ഒത്താശയോടുകൂടെ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ കൊന്നതാരാണ് എന്നുള്ളത് ഇന്ന് വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ നരേന്ദ്ര ദാബോൽക്കർ, അതുപോലെ തന്നെ കൽബുർഗി, പിന്നെ ഗൗരി ലങ്കേഷ്, ഇവരുടെ എല്ലാം കൊലയ്ക്ക് പിന്നിലുള്ള ഗൂഢാലോചന ഒരേ കേന്ദ്രത്തിൽ നിന്നാണെന്ന് തെളിവുകൾ ലഭിച്ചിട്ടുള്ളതായിട്ട് പിന്നത്തെ നമ്മളൊക്കെ കേൾക്കുവാനിടയായി തീർന്നു. അപ്പം നമുക്കറിയാം, ഈ ഗൗരി ലങ്കേഷ്, ഈ പറഞ്ഞ നരേന്ദ്ര ദാബോൽക്കർ, കൽബുർഗി, ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ സംസാരിച്ച ആളുകളെയൊക്കെ വകവരുത്തുവാൻ ശ്രമിച്ച സനാതന ആശയങ്ങളുള്ള, ഹിന്ദു ആശയങ്ങളുള്ള ഏതൊക്കെയോ കേന്ദ്രങ്ങൾ, അവരാണ് ഈ ദാബോൽക്കറിനെയും ഇല്ലായ്മ ചെയ്തത്. അപ്പോൾ ദാബോൽക്കറും ഈ പറഞ്ഞ ഹിന്ദു ആശയക്കാരും ഒരു ചേരിയിലല്ല. പക്ഷെ ദാബോൽക്കറിൻ്റെ സംഘടനയാണ് സെബാസ്റ്റ്യൻ മാർട്ടിനെതിരെ കേസ് കൊടുത്തത്, അതായത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു. ഇവിടെയാണ് ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചർച്ചസ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള ചർച്ചസ്, ഈ ബാബാമാർ കാണിക്കുന്നത് പോലുള്ള പരിപാടികൾ നിർത്തണം. എണ്ണക്കച്ചവടവും വെള്ളക്കച്ചവടവും ഒക്കെ നിർത്തണം. ഈ പറഞ്ഞതുപോലെ കാർട്ടൂൺ കണക്കിന് എണ്ണ വാങ്ങിച്ചു വെച്ചിട്ട്, പാരച്ചൂട്ടിൻ്റെ ചെറിയ ചെറിയ ബോട്ടിലുകൾ വാങ്ങിച്ചു വെച്ചിട്ട് 10 രൂപയുടെ ബോട്ടിൽ 100 രൂപയ്ക്ക് വിൽക്കുക. എന്തോ പ്രാർത്ഥിച്ച് അഭിഷേകമുള്ള എണ്ണയാണ്. ചിലർ പിന്നെ പാരച്ചൂട്ടിൻ്റെ ബോട്ടിൽ ഉപയോഗിക്കാതെ സ്വന്തമായിട്ടുള്ള ബ്രാൻഡ് ഉണ്ടാക്കി അവരുടെ പ്രാർത്ഥനാ കേന്ദ്രത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ച് എന്നിട്ട് അത് വിൽക്കുക. അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയല്ല ചെയ്യുന്നത്. എണ്ണക്കച്ചവടവും വെള്ളക്കച്ചവടവും ഒക്കെ നടത്തുമ്പോൾ ഇതുപോലെയുള്ള കേസുകൾ വരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നരേന്ദ്ര ദാബോൽക്കറിൻ്റെ സംഘടനയാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തത്. 2016 ഈ സംഭവം. പക്ഷെ 2013 തന്നെ നരേന്ദ്ര ദാബോൽക്കർ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. പക്ഷെ ദാബോൽക്കറിന്റെ സംഘടന ആക്റ്റീവാണ്. ആ സംഘടനയാണ് ഈ സെബാസ്റ്റ്യൻ മാർട്ടിനെതിരെ കേസ് കൊടുത്തത്. അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു. എന്താണെങ്കിലും ഈ പറഞ്ഞ 2016 ഫെബ്രുവരി മാസത്തിൽ ഇദ്ദേഹത്തിനെതിരെ കേസ് വരുന്നു. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പേ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പോലീസിന് അദ്ദേഹത്തെ പിടിക്കുവാൻ കഴിയുന്നില്ല. പിന്നീട് അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. ചുരുക്കി പറഞ്ഞാൽ 5-6 മാസങ്ങൾക്ക് ശേഷം 2016 തന്നെ സെബാസ്റ്റ്യൻ മാർട്ടിൻ ഒരു ദിവസം ഏർലി മോർണിംഗിൽ കൊല്ലപ്പെട്ട നിലയിൽ, അല്ലെങ്കിൽ മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തുകയാണ്. ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ചിലർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു, ചിലർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലായിരുന്നു. ഓഫീസാണെങ്കിലും വീടാണെങ്കിലും ഞാൻ ആ സ്ഥലം സന്ദർശിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം. ആശീർവാദ് പ്രാർത്ഥനാ കേന്ദ്രത്തിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടും ഓഫീസും പ്രാർത്ഥനാ കേന്ദ്രമെല്ലാം ഒന്നിച്ചായിരുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കണം,
എന്തൊക്കെയോ കാരണവശാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു നല്ല അഭിപ്രായത്തിലല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കൊല്ലപ്പെടുന്ന സമയത്ത് ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഡെഡ് ബോഡി കണ്ടെത്തുകയായിരുന്നു. ദുരൂഹതകൾ വർദ്ധിപ്പിച്ചു. പക്ഷേ അതിൻ്റെ അപ്പുറത്തായിട്ട് ഇദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി അടക്കം ചെയ്തു. അദ്ദേഹം ഹൈ ഡയബറ്റീസ് കൊണ്ടാണ് മരിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ സംസാരിക്കുന്നു. എന്താണെങ്കിലും സെബാസ്റ്റ്യൻ മാർട്ടിൻ്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇന്നും വ്യക്തതകളൊന്നുമില്ല. നമ്മുടെ ഈ TB ജോഷുവയുടെ മരണത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ മരിച്ചു, ഡെഡ് ബോഡി കിട്ടി, പക്ഷെ എങ്ങനെയെന്ന് വ്യക്തതയൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കണം, വലിയ പ്രായമൊന്നുമില്ല കേട്ടോ. 53 വയസ്സേ ഉള്ളായിരുന്നു ഈ പറഞ്ഞ സെബാസ്റ്റ്യൻ മാർട്ടിൻ മരിക്കുമ്പോൾ. ഹി വാസ് ഇൻ ഹിസ് 50s, 53 55 അതിനിടയിലുള്ളൊരു പ്രായമേ അദ്ദേഹത്തിനുള്ളൂ. കുറേ കാലങ്ങൾ കൂടി ജീവിക്കേണ്ട ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ സംഘടന ചിന്നിച്ചിത്രി. ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ഭാര്യ മറ്റൊരു പ്രാർത്ഥനാ ഗ്രൂപ്പുമായിട്ടൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണെന്ന എൻ്റെ ഓർമ്മ. എന്നാൽ അദ്ദേഹത്തോടൊപ്പം നിന്ന മറ്റൊരു ടീം, അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ അസോസിയേറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ പ്രമുഖയായിരുന്നു ഇന്നത്തെ ഈ ആശിഷ് പ്രാർത്ഥനാ കേന്ദ്രം നടത്തുന്ന സിസ്റ്റർ വന്ദന എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഈ പറഞ്ഞ സെബാസ്റ്റ്യൻ മാർട്ടിൻ്റെ വൈഫും മറ്റ് ടീം അംഗങ്ങളും തമ്മിൽ ഇതിൻ്റെ മുൻപോട്ടുള്ള നേതൃത്വം ആർക്കാണെന്നുള്ളതിനെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങളുണ്ടായി. എന്താണെങ്കിലും അത് ഈ സംഘടന ചിന്നിച്ചിതറിയ ശേഷം സെബാസ്റ്റ്യൻ മാർട്ടിനോടൊപ്പം നിന്നിരുന്ന വന്ദന സിസ്റ്ററും അനുയായികളും എല്ലാം കൂടെ ചേർന്ന് അവിടെ നിന്ന് മാറി തുടങ്ങിയ ഒരു കൂട്ടമാണ് ആശിഷ് പ്രാർത്ഥനാ കേന്ദ്രം, ഇപ്പോൾ ഈ പൊളിച്ചു കളഞ്ഞിരിക്കുന്ന കേന്ദ്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സെബാസ്റ്റ്യൻ മാർട്ടിൻ എന്തു ഡോക്ടറിൻ പഠിപ്പിച്ചുവോ, എന്തൊക്കെ രീതിയിൽ കാര്യങ്ങൾ ചെയ്തോ അത് പഠിച്ചിട്ടാണ് ഈ വന്ദന എന്ന് പറയുന്ന സഹോദരിയും ഇന്നത്തെ ആശിഷ് പ്രാർത്ഥനാ കേന്ദ്രവും മുൻപിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആശിഷ് പ്രാർത്ഥനാ കേന്ദ്രത്തിൻ്റെ ചില വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അവർ സെബാസ്റ്റ്യൻ മാർട്ടിൻ്റെ വലിയ പിക്ചർ വെച്ചിട്ടുണ്ട്, വലിയ ചിത്രം വെച്ചിട്ടുണ്ട്. ആ ചിത്രം അവർക്ക് വലിയ ദിവ്യത്വമുള്ള ഒരു ചിത്രമാണ്. ഇതാണ് ഞങ്ങളുടെ ഫൗണ്ടർ, ഞങ്ങളുടെ മാർഗദർശി എന്നൊക്കെയുള്ള വിധത്തിൽ അവിടെ ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്ന വരികളുണ്ട്. ആളുകൾ വരുമ്പോൾ ആ ചിത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ആ ചിത്രം മാത്രമല്ല, പണ്ട് എന്തായിരുന്നുവോ ആശീർവാദ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നത് അതുപോലെ ഈ പറഞ്ഞ പൂമാലയൊക്കെ അണിയിക്കത്തക്കവണ്ണമുള്ള പരുവത്തിലുള്ള രൂപങ്ങൾ ഈ സ്ഥലത്ത് ഇന്നും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ അന്നുള്ളതുപോലെ തന്നെ വെള്ളവും എണ്ണയും ഒക്കെ ഇവിടെയും കൊടുക്കുന്നു. ആളുകൾക്ക് വളരെ കംഫർട്ടബിളാണ്. ഏതെങ്കിലും ഒരു ബാബയുടെ അടുക്കൽ പോകുന്നത് പോലെ ഇവിടെയും വന്ന് രോഗസൗഖ്യമോ വിടുതലോ പ്രാപിപ്പാൻ എണ്ണയും വെള്ളവും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാം. വേണമെങ്കിൽ സെബാസ്റ്റ്യൻ മാർട്ടിൻ്റെ ചിത്രത്തിന് മുമ്പിൽ നിന്ന് ഒരു ചിത്രമൊക്കെ എടുത്തുകൊണ്ട് പോകാം. കൺവീനിയൻ്റ് ആയിട്ട് ആളുകൾ വരുന്നു, ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്നു. ക്രൈസ്തവം എന്നാണ് പേരെങ്കിലും ഇതൊരു ചർച്ച് ഓർഗനൈസേഷൻ എന്നൊന്നും നമുക്ക് വിളിക്കാൻ പറ്റുകയില്ല. ഇത്തരത്തിലുള്ള കരിസ്മാറ്റിക് പശ്ചാത്തലത്തിൽ വളർന്നു വന്ന് ഇന്ന് കാത്തലിക് ചർച്ചുമല്ല കരിസ്മാറ്റിക്കുമല്ല, എന്നാൽ ഒരു പ്രാർത്ഥനാ കേന്ദ്രം ഈ പറഞ്ഞതുപോലെയുള്ള ഈ നമുക്ക് കേരളത്തിലുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് കേട്ടോ, കൃപാസനത്തിൽ എങ്ങനെയാണോ ആളുകൾ കൂടുന്നത് അതുപോലെ ആളുകൾ കൂടുന്ന ഒരു കേന്ദ്രമായിട്ട് ഇത് മാറി എന്ന് മാത്രം. ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടുത്തെ ചില കാര്യങ്ങൾ, എനിക്കിഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ പറയണമല്ലോ. സെബാസ്റ്റ്യൻ മാർട്ടിൻ്റെ അടുക്കൽ ഞാൻ ആദ്യം പോയ സമയത്ത് തന്നെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അവിടെ ശുശ്രൂഷിക്കുന്നവരുടെ വസ്ത്രധാരണ രീതി. പ്രത്യേകിച്ചും ഒരു മലയാളി ബന്ധമുള്ളത് കൊണ്ട്, ഈ ഡിവൈൻ ബന്ധമുള്ളത് കൊണ്ട് സെബാസ്റ്റ്യൻ മാർട്ടിൻ്റെ ടീമിലുള്ള എല്ലാ സഹോദരിമാരും വൈറ്റ് ആയിരുന്നു ഇടുന്നത്. വൈറ്റ് ഇടുക മാത്രമല്ല, വൈറ്റ് സ്കാർഫ് സഹോദരിമാർ വളരെ കൃത്യതയോടുകൂടെ അത് കെട്ടിവെച്ചുകൊണ്ട് മാത്രമേ ശുശ്രൂഷിക്കത്തുള്ളായിരുന്നു. ഇപ്പോൾ ഈ ആശിഷ് പ്രാർത്ഥനാ കേന്ദ്രത്തിലും, ഇപ്പോൾ പൊളിക്കപ്പെട്ടു എന്ന് പറയുന്ന പ്രാർത്ഥനാ കേന്ദ്രത്തിലും അതേ രീതിയിലാണ് അവർ ശുശ്രൂഷിക്കുന്നത്. ഈ പറഞ്ഞ സിസ്റ്റർ വന്ദനയും മറ്റും ശുശ്രൂഷിക്കുന്നത് നല്ല മാന്യമായ വസ്ത്രധാരണത്തോടുകൂടെ ഹെഡ് കവറിംഗ് ഒക്കെ നന്നായിട്ട് ഉപയോഗിച്ച്. എന്തിനാണ് ഞാൻ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, നോർത്ത് ഇന്ത്യയിലൊന്നും ആ രീതിയില്ല. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലെ പല ചർച്ചുകളിലും ഹെഡ് കവറിംഗ് ഒന്നും ശുശ്രൂഷിക്കുന്നതോട് പോലും ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേന്ദ്രത്തിൽ അതല്പം എക്സ്ട്രീമായിട്ട് സാധാരണക്കാർ ഉപയോഗിക്കുന്നതിലും അപ്പുറമായിട്ട്
അതിനൊക്കെ ഊന്നൽ കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥാപനമാണിത്. അതിൻ്റെ കാരണം ഈ പറഞ്ഞതുപോലെ പഴയ പോട്ട ഡിവൈൻ ബന്ധമാണ്. രണ്ടാമത്, ഈ കേന്ദ്രങ്ങളെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു നല്ല ഗുണം, ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്നിട്ട് യേശുവിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ആ പേരെങ്കിലും കേട്ടിട്ടുള്ളത്. അതുകൊണ്ടുണ്ടായ ഗുണം, ഉത്തരഭാരതത്തിലെ ഓരോ സ്ഥലങ്ങളിലും ലോക്കൽ ചർച്ചുകളിൽ പുതിയ ആളുകൾ വരുമ്പോൾ അവരിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും പ്രേയറിന് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന പേര്, ഞങ്ങൾ വസായി ഭുയ് വില്ലേജ് ആശ്രവാദി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആശിഷ് പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പോയിട്ടുണ്ട്. എൻ്റെ ചർച്ചിൽ വന്നിട്ടുള്ള ഹിന്ദി വിശ്വാസികളിൽ പലരും അവരുടെ യേശുവിനെ കുറിച്ചുള്ള ആ യാത്രയുടെ ആരംഭം ആദ്യമായിട്ട് അവരൊരു പ്രാർത്ഥനയ്ക്ക് പോയത് ഈ പറഞ്ഞ സെബാസ്റ്റ്യൻ മാർട്ടിൻ്റെ ആശീർവാദ് പ്രാർത്ഥനാ കേന്ദ്രത്തിലായിരുന്നു. പിന്നത്തേതിൽ ദൈവം അവരെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങളിലേക്ക് നയിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യം. ഇത് രണ്ടാമത്തെ ഗുണമായി ഞാൻ കാണുന്നു. ഈ പറഞ്ഞതുപോലെയുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ടെങ്കിലും യേശു എന്ന പേര് അറ്റ്ലീസ്റ്റ് നോർത്ത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുവാൻ കാരണമായി തീർന്ന ഒരു കേന്ദ്രമാണ് ആശീർവാദ് പ്രാർത്ഥനാ കേന്ദ്രം. അതിൽ നിന്ന് രൂപപ്പെട്ടു പുറത്തു വന്ന ഒരു ഗ്രൂപ്പാണ് ആശിഷ് പ്രാർത്ഥനാ കേന്ദ്രം. ഈ രണ്ട് ഗ്രൂപ്പിനും ഈ പറഞ്ഞ മറ്റ് സഭകളുമായിട്ടുള്ള ബന്ധമൊന്നുമില്ലാതെ അവരിങ്ങനെ ഹീലിംഗ് മിനിസ്ട്രിയൊക്കെ ചെയ്ത് ഈ പറഞ്ഞതുപോലെയുള്ള സൗഖ്യ ശുശ്രൂഷകൾ, വിടുതൽ ശുശ്രൂഷകളൊക്കെ ചെയ്ത് അവർ മുൻപോട്ട് പോവുകയായിരുന്നു. നയഗാവിലുള്ള ഇപ്പോൾ പൊളിച്ചു കളഞ്ഞു എന്ന് പറയുന്ന കേന്ദ്രവും ഈ പറഞ്ഞതുപോലെ ഒരു ഇല്ലീഗൽ കൺസ്ട്രക്ഷനാണ്. അതുകൊണ്ടാണ് ടെമ്പററി കൺസ്ട്രക്ഷനായിട്ട് അവർ വെക്കുന്നത്. അത് ഒരു മതപീഠ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് അതൊരു ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ മേൽ നടപടി എളുപ്പമാക്കി തീർത്തു എന്നതാണ് കൂടുതൽ ശരിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആശയക്കുഴപ്പങ്ങൾ വാട്സപ്പ് മെസ്സേജുകൾ കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ഉണ്ടാകാമെന്ന ഒരു തോന്നലുള്ളത് കൊണ്ട് കുറേ ദിവസങ്ങളെടുത്ത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഞാൻ ചെയ്യുവാൻ താല്പര്യപ്പെടുകയായിരുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ 2-3 വാചകങ്ങളിൽ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ഒന്നാമത്, ദൈവസഭയ്ക്ക് വേണ്ടി നാം എന്ത് ചെയ്താലും നിയമപരമായി കറക്റ്റായിട്ട് മാത്രം ചെയ്യുക. ബാക്കിയുള്ളവരെ ആരെയും തൊട്ടില്ലെങ്കിലും നമ്മളെ ആദ്യം തൊടുമെന്നുള്ള ബോധ്യമുണ്ടാകുക. രണ്ടാമത്, നമ്മുടെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഈ പറഞ്ഞ മറ്റ് സ്ഥലങ്ങളിൽ ബാബാമാരുടെ അടുക്കൽ കാണുന്നത് പോലെയുള്ള ഒരു കോപ്പി പരിപാടിയും ഉണ്ടാകാൻ പാടില്ല. ബാബ വെള്ളം കൊടുക്കുന്നു, നമ്മളും വെള്ളം കൊടുക്കുന്നു. ബാബ എണ്ണ കൊടുക്കുന്നു, നമ്മളും എണ്ണ കൊടുക്കുന്നു. നമ്മളും അവരെ പോലുള്ളവരാണെന്ന് തോന്നത്തക്കവണ്ണം ഒരു നടപടിയും, അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമങ്ങൾ നമ്മൾക്കെതിരെ ഉപയോഗിക്കത്തക്കവണ്ണമുള്ള ഒരു നടപടിയും നമ്മുടെ സഭകളിൽ ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുറഞ്ഞത് ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്തവർ യേശുവിനെ അറിയുന്നുവല്ലോ എന്നൊരു സന്തോഷം, അത് പൗലോസിൻ്റെ ഒക്കെ ഒരു ഹൃദയമാണ് കേട്ടോ. പൗലോസ് പറയുന്നില്ലേ, ചിലർ സുവിശേഷം പ്രസംഗിക്കുന്നത് പൗലോസിൻ്റെ തടവിലുള്ള കഷ്ടാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാനാണ്, പക്ഷെ സുവിശേഷമല്ല പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് അവർ അത് ചെയ്യട്ടെ എന്ന് പറയുന്നത് പോലെ ഈ പറഞ്ഞ ഡോക്ടറിനൽ എററൊക്കെ ഇവർക്കുണ്ടെങ്കിലും ഒന്നുമല്ലെങ്കിൽ യേശുവിൻ്റെ പേര് 10 ആള് കേൾക്കാനത് കാരണമായി തീരുന്നുവല്ലോ എന്നൊരു സന്തോഷവും ആശ്വാസവും മാത്രം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പാഠഭേദം ഇവിടെ നിർത്തുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. God bless you all. Have a wonderful day.